എന്തിനാണ് പടച്ചോൻ മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നിങ്ങനെ നട്ടപ്പാതിര സമയത്ത് എഴുന്നേറ്റ് ഒരു റൂമിലിരുന്ന് ഏകാന്തനായി ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് മുന്നിൽ ഏകാന്തമായി കഴിയുമ്പോൾ ജിബ്രീൽ അവിടെ പ്രത്യക്ഷപ്പെട്ട് പെട്ടെന്ന് പേടിച്ചുപോയി. ബഹുമാനപ്പെട്ട അയ്യൂബ് എന്നവർ ആരാ എന്റെ മുന്നിൽ ഈ റൂമിൽ നമ്മളൊറ്റക്ക് റൂമിലുണ്ടാകുമ്പോൾ വേറൊരാൾ റൂമിലേക്ക് വന്നാൽ പിന്നെ അടുത്ത മയ്യത്ത് കട്ടിൽ നമ്മളെ കൊണ്ടുപോകും മൈതാനി കണ്ടിനെ പേടിച്ചിട്ട്. അയ്യൂബ് നബി മറിച്ച് ചോദിച്ചു, വിറയാർന്നുകൊണ്ട് ചോദിച്ചു, നിങ്ങൾ ആരാ? ഞാൻ അള്ളാഹുവിന്റെ മാലാഖയാണ്. പ്രവാചകന്മാർക്ക് അള്ളാഹുവിന്റെ സന്ദേശം എത്തിച്ചു കൊടുക്കുന്ന മാലാഖയാണ് ഞാൻ. നിങ്ങൾ എന്തിനിവിടെ വന്നു? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. അത് തന്നെ എന്റെ മുന്നിൽ നിങ്ങൾ എന്തിനു പ്രത്യക്ഷപ്പെട്ടു? അള്ളാഹു അങ്ങേ പ്രവാചകരായി നിയോഗിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ് സുജൂദിലേക്ക് വീണു. കുറേ സമയം സുജൂദിൽ എഴുന്നേറ്റും ജിബ്രീൽ പറഞ്ഞു, അങ്ങ് ധിക്കാരികളായ ഈ ഇസ്രായേൽ സമൂഹത്തെ ജ്ഞാനത്തിന്റെ വെളിച്ചെത്തുക, അവരുടെ മുന്നിൽ പ്രബോധനത്തിന്റെ വഴിത്താരിയുമായി അങ്ങ് മുന്നോട്ട് പോകണം. സത്യമെന്ത്, നീതി എന്ത്, ധർമ്മമേത് എന്ന് ഈ ജനങ്ങൾക്ക് നിങ്ങൾ പറഞ്ഞു കൊടുക്കണം. ഇത് നിങ്ങളോടുള്ള കൽപ്പനയാണ് എന്ന് പറഞ്ഞ് ജിബ്രീൽ അപ്രത്യക്ഷമായപ്പോ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചിന്തിക്കുന്നു, യാ അല്ലാഹ്, എന്നെക്കാളും മുന്നേ ഒരുപാട് പ്രവാചകന്മാർ പ്രബോധനത്തിന്റെ വഴിയുമായി നാട്ടിൽ ഇറങ്ങിയിട്ടുണ്ട്. ഒരുപാട് പ്രവാചകന്മാരെ വധിച്ച് പാരമ്പര്യമുള്ള ഈ നാട്ടുകാരുടെ മുന്നിൽ ഞാനും പ്രബോധനത്തിന്റെ വഴിയുമായി മുന്നോട്ട് പോയാൽ എന്റെയും ഗതി അതല്ലേ, എന്നെയും അവർ കൊല്ലില്ലേ? ബഹുമാനപ്പെട്ട സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നിങ്ങൾക്കറിയാം. ഏകനായ അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്നും അവന്റെ പ്രവാചകരായി എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറഞ്ഞു പ്രബോധനവുമായി മുന്നോട്ട് പോയപ്പോ പ്രവാചകനെ വധിക്കാൻ ശത്രുക്കൾ വന്നപ്പോ ഓടിയോട്ട് മറഞ്ഞപ്പോ ഒരു മരം സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വാപ്പിളർന്നു കൊടുത്തു. ആ മരത്തിന്റെ ഉള്ളിലേക്ക് സക്കറിയ നബി കയറി. ചരിത്രം ഞങ്ങൾക്കറിയാം. ശത്രുക്കൾക്ക് എവിടെയാ സക്കറിയ നബി പോയെന്ന് അറിയില്ല. ഇബ്ലീസ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് സ്ഥലം കാണിച്ചു കൊടുത്തു ശത്രുക്കൾക്ക്. എന്നിട്ട് ആ സ്ഥലത്ത് മൂർച്ചയേറിയ പടപാട് കൊണ്ടുകൊണ്ട് മരം മുറിച്ച് ആ മരത്തോടൊപ്പം നീർന്നിട്ട മരത്തോടൊപ്പം ബഹുമാനപ്പെട്ട സക്കറിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ശരീരത്തിന്റെ പകുതി ഭാഗം രക്തം കുതിർന്ന രീതിയിൽ മുറിഞ്ഞു വീണ രംഗം. ആ സക്കറിയ നബിയെ വധിച്ച പാരമ്പര്യമുള്ളവരാണ് ഈ നാട്ടുകാർ. എന്റെയും ഗതി അത് തന്നെയായിരിക്കും. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പനയല്ലേ എന്ന് മനസ്സിലാക്കി ബഹുമാനപ്പെട്ട അള്ളാഹുവിന്റെ പ്രവാചകർ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ധിക്കാരികളായ ഇസ്രായേൽ സമൂഹത്തിന്റെ മുന്നിൽ, സമുദായത്തിന്റെ മുന്നിൽ ഏകനായ സർവേശ്വരനായ അള്ളാഹുവിനെ കൊണ്ട് നിങ്ങൾ വിശ്വസിക്കണമെന്നും അവന്റെ പ്രവാചകരായി എന്നെ കൊണ്ട് വിശ്വസിക്കണമെന്നും നിങ്ങൾ ആരാധിക്കുന്ന ആരാധനാമൂർത്തികൾക്ക് ഒരു ഉപകാരവും ഉപദ്രവവും ചെയ്യാൻ കഴിയാത്തവരാണ് അവരുടെ മുന്നിൽ ആ സത്യം പറഞ്ഞു കൊടുത്ത് മുന്നേറാൻ തുടങ്ങിയിരിക്കുന്നു. ഒരുപാട് പരീക്ഷകൾ ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ ഇസ്ഹാഖ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളാണ്. ഒന്ന് യാഖൂബ് നബി, മറ്റൊരാണ് ഹൈസ് എന്ന് പറഞ്ഞത്. ഹൈസിലൂടെയാണ് ഞാൻ ആരംഭിച്ചത്. ഇനി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കല്യാണപ്രായമായിരിക്കുകയാണ്. കല്യാണപ്രായം അല്ലേ? മലപ്പുറത്തൊക്കെ 20 നമ്മളെ അവിടെ 36. എന്തെങ്കിലും ഒരുപാട് ചങ്ങായിമാരുണ്ട്. അവരൊക്കെ 22 തന്നെ പുറത്തുനിന്ന് തുടങ്ങി. കെട്ടുന്നില്ല രാത്രി, നീ കെട്ടുന്നില്ല പോയില്ല എന്നും നമ്മളവിടുന്ന് ചോദിക്കൂല. ആണുങ്ങന്മാർ കുഴപ്പാക്കുമ്പോൾ അതിനൊന്ന് കെട്ടിച്ചാൽ ചിലപ്പോൾ ശരിയാവില്ല. അതുകൊണ്ടാണ് പ്ലേറ്റെല്ലാം എടുത്തിട്ട് ഒരൊറ്റ ചാടിൽ അടുക്കളയിൽ പോയി. പ്ലേറ്റ് അറിയില്ലേ? പ്ലേറ്റ് അറിയില്ല. നിങ്ങൾ ഈ ചൈനയിലുള്ള ഓരോ പേര് കേട്ട് ചൈന അറിയാതെ ഈ ചൈനക്കാരെങ്ങനെയാ പേരിടാൻ വന്നില്ല. കുട്ടിക്ക് ജനിച്ചു കഴിഞ്ഞ ഉടനെ സ്റ്റീൽ പ്ലേറ്റ് എടുത്തൊന്നും ചാടും. അപ്പൊ ഒരൊച്ച പേര് ഓളുടെ പേര് കുണിയ. അതാണ് പേര്.
അപ്പൊ ഈ സ്റ്റീൽ പ്ലേറ്റ് എടുത്ത് അടുത്ത കുട്ടി ജനിച്ചപ്പോ ഇങ്ങോട്ടേ കയറാം. അപ്പൊ അതിന്റെ അതന്നെ ചൈനക്കാരിരുന്ന പേരാണ് പറയുന്നത്. പേരിന്റെ കാര്യം പറയാണ്ടിരിക്കലെന്നല്ലേ നൂറുദ്ദീൻ പറഞ്ഞ ചെറിയ തമാശയൊന്നും പറഞ്ഞു ഉസ്താദ്. അതുകൊണ്ട് പറയുന്നു ഇവിടുത്തെ അവസ്ഥ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരുപാട് കാതികന്മാരും ഹസൂര്യന്മാരും ഇങ്ങനെ അങ്ങോട്ടാ വരുന്നത്, നമ്മൾ അങ്ങനെ ഇങ്ങോട്ടാ പറഞ്ഞത്. അപ്പോ ഈ സുനാമി വന്നപ്പോ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഓണം വന്നാൽ നമ്മൾ ഹിന്ദുവായി എന്ന് പറഞ്ഞ സുനാമി വന്നപ്പോ പേരിട്ട് പോലും എന്താ പേരിട്ടെന്നറിയോ? അബ്ദുൽ സുനാമി. കുട്ടിന്റെ പേര് പുതിയ പേര് മോഡൽ. പെണ്ണ് ജനിച്ചപ്പോ പേര് പോലും അബ്ദുൽ സുനാമി വൽ കുഞ്ഞാമി. ഉസ്താദ് പള്ളിയിൽ മദ്രസ ചേർക്കാൻ വേണ്ടി കുട്ടിന്റെ പേര് നോക്കുമ്പോ അബ്ദുൽ സുനാമി, പെണ്ണിന്റെ പേര് അബ്ദുൽ സുനാമി വൽ കുഞ്ഞാമി. ഉസ്താദ് ചോദിച്ചത് എന്ത് പേര്? അപ്പൊ അവര് പറഞ്ഞത് സുരിയാനി ഭാഷ. അപ്പൊ ഉസ്താദ് പറഞ്ഞ എടുക്കും ബിരിയാണി. വേറെ പുതിയ സംഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പം വരുമ്പോഴെല്ലാം ബ്ലോക്കാണ്. ഇത് ബ്ലോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3.5 മണിക്കൂർ നേരത്തെ ഇറങ്ങിയാലേ യഥാർത്ഥ സ്ഥാനത്തെത്തി. എയർപോർട്ടിലൊക്കെ പോകുന്നവർ അങ്ങനെ പോയാലും രക്ഷയുള്ളൂ. അപ്പോൾ പ്രസവിക്കാൻ വേണ്ടി, ഞാൻ പറയുന്നത് മനസ്സിലാകുന്നില്ലേ? മനസ്സിലാകുന്നില്ലല്ലോ. പ്രസവിക്കാൻ വേണ്ടി ഒരു പെണ്ണിനെ എങ്ങനെ കൊണ്ടുപോകാണ്? ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോൾ ആംബുലൻസിനും ബ്ലോക്ക്, പോകാൻ വഴിയില്ല. പെണ്ണുങ്ങളെ പ്രസവിച്ച് എവിടെ പ്രസവിച്ചു? ആംബുലൻസിൽ പ്രസവിച്ച കുട്ടിക്കിട്ട പേരെന്താന്നറിയാം നിങ്ങൾ? ബ്ലോക്കുദ്ദീൻ. എന്തുകൊണ്ട്? ബ്ലോക്ക് ആയിട്ടാണ് പ്രസവിച്ച് നോൻകിട്ട പേര് ബ്ലോക്കുദ്ദീൻ. അങ്ങനത്തെ ഒരു കാലത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇത് മുസ്ലിമിന്റെ പേരാണോ ഹിന്ദുവിന്റെ പേരാണോ ക്രിസ്ത്യൻസിന്റെ പേരാണോ ഒന്നും മനസ്സിലാകാത്ത ഒരു കാലപക്ഷം ബോധം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പോ ഞാൻ പറഞ്ഞത് യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് കല്യാണമൊക്കെ ഇങ്ങനെ പല ഭാഗത്തും വരുന്നു. അയ്യൂബ് നബി പറഞ്ഞു ഉപ്പാനോടുമാണ് ഇപ്പം വേണ്ട, കുറച്ച് ചെയ്യട്ട് എന്നൊക്കെ പറയുന്നു. പക്ഷേ ഈ ചരിത്രത്തിന്റെ മറ്റൊരു ഭാഗമുള്ളത് അങ്ങ് ഈജിപ്ത് ഭരിക്കുന്നത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് ഒരു മകനുണ്ട്, പേര് അഫ്രാത്തീം. അഫ്രാത്തീമിന് ഒരു മകളുണ്ട്, പേര് റഹ്മത്ത്. മധുര 17 ആക്കണ്ടല്ലേ കേസ് വരും. 18 ഇപ്പൊ 18 വയസ്സാണെങ്കിൽ കല്യാണം കഴിക്കാൻ പറ്റും. മധുര 18 നിറഞ്ഞു നിൽക്കുന്ന പെണ്ണ്, സുന്ദരിയായ പെണ്ണ്. ആ പെണ്ണിനെ കല്യാണം കഴിക്കാൻ രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ലക്ഷാധിപന്മാരും ഒക്കെ വീട്ടിലേക്ക് ആ മനോഹരമായ പൂവിൽ നിന്ന് ഭൂമിയാളെ കണ്ടിടാനോ എന്ത് സീനത്ത്, പൂതിയില്ല കൽബിലിന്ന് തന്റെ കാണോത്ത്, പാതിരാവിൽ പോലുമെന്ന് ചെയ്തി ഭാഗത്ത്, നിലാവിൻ ചേരി തിങ്ങും ദീവിരണമത്ത്, പൂതിയാളെ കണ്ടിടാനോ എന്ത് സീനത്ത്, പൂതിയില്ല കൽബിലിന്ന് തന്റെ കാണോത്ത്, പാതിരാവിൽ പോലുമെന്ന് ചെയ്തി ഭാഗത്ത്, പാട്ടുംപാടി സുഖകരവര ഒഴിക്കട്ടും തട്ടിരിക്കും പെണ്ണെയൊന്ന് കാണാം, വഴുതിയിലെ പാട്ടുംപാടി സുഖകരം വരവായി ഒഴിക്കട്ടും തട്ടിരിക്കും പെണ്ണെയൊന്ന് കാണാം, ബീവിക്കില്ല മുഹബത്തിൽ തന്നെ റഹ്മാനെ ഭയക്കുന്ന പരിശുദ്ധ പെണ്ണ്, നിലാവിൽ ചേരി തിങ്ങും ദീവിരകുമത്ത്, ഭൂമിയാളെ കണ്ടിടാനോ എന്ത് സീനത്ത്, പൂതിയില്ല കൽബിലിന്ന് തന്റെ കാണോത്ത്, പാതിരാവിൽ പോലുമെന്ന് ചെയ്തി ഭാഗത്ത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഈജിപ്തിലെ ഒരു പെൺകുട്ടിയെ കുറിച്ച്. അത് ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകന്റെ മകൾ അഫ്രാത്തീമിന്റെ മകൾ റഹ്മത്ത് ബീവി എന്ന
ആ റഹ്മത്തിനെ കല്യാണം കഴിക്കാൻ വേണ്ടി പല ഭാഗത്തുനിന്നും ആളുകൾ വരികയാണ്. മോളെ വിളിച്ചിട്ട് അമ്മയും പറഞ്ഞു, മോളെ റഹ്മത്തെ നിന്നെ കാണാൻ വേണ്ടി രാജകുമാരന്മാരും ലക്ഷാധിപന്മാരും മാത്രമല്ല പ്രഭുക്കന്മാരും ഒക്കെ വന്നിട്ടുണ്ട്. ആരെയാ വേണ്ടതെന്ന് പറ റഹ്മത്തെ. എന്നിട്ട് പറഞ്ഞു കല്യാണം വേണ്ട, എന്റെ ഇതിന് തടസ്സം നിൽക്കുന്ന ഒരു വിവാഹം എനിക്ക് വേണ്ട. അല്ല റഹ്മത്തെ, മാതാപിതാക്കളായ നമ്മളെപ്പോഴും ഉണ്ടാവില്ല. നീ പറ, നിനക്ക് ആരാ വേണ്ടത്? റഹ്മത്തിന് പറയുന്നത് കല്യാണേ വേണ്ട. നമ്മളെ നാട്ടിലെ പെൺകുട്ടിയോട് വെച്ച് നോക്കിയാ ഒക്കെ കല്യാണേ വേണ്ട. ഉമ്മാനോട് ചോദിക്കും, ഉമ്മ ഉമ്മാന്റെ എത്ര വയസ്സിലാ കല്യാണം കഴിഞ്ഞ്? അപ്പം പറയൂ, എന്റെ കല്യാണം 12 വയസ്സ് കഴിഞ്ഞു മോളെ. എന്നിട്ട് എനിക്ക് 16, 18 പിന്നെ എന്താ ഉമ്മ നോക്കാത്തത്? ചിലപ്പോ ഇന്നത്തെ പെൺകുട്ടികളൊക്കെ പറയൂ. റഹ്മത്തും പറയാണ് എനിക്ക് കല്യാണേ വേണ്ട. അങ്ങനെ ഏറ്റവും നല്ല സ്റ്റൈലുള്ള ആളുകൾ വന്നിട്ട് പോലും റഹ്മത്തിന്റെ മുന്നിൽ ഒരു റേഞ്ച് കിട്ടാത്ത അവസ്ഥ. അവസാനം ഒരു രാത്രി തന്റെ പ്രിയപ്പെട്ട മാതാവ് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു, അഫ്രാത്തിമേ ഇവരെ ഒന്നിങ്ങോട്ട് വാ, എനിക്ക് വല്ലാത്ത ബേജാറാകുന്നു, വേദനയാകുന്നു. എന്തിന്? എന്റെ പ്രിയപ്പെട്ട മകള് പറയാണ് കല്യാണം വേണ്ടാന്ന്. ഞങ്ങളെപ്പോഴും ഉണ്ടാവോ? ഏതെങ്കിലും ഒരുത്തന്റെ കയ്യിൽ ഏൽപ്പിച്ചാലല്ലേ നമുക്ക് സമാധാനം ഉണ്ടാവുള്ളൂ. ആരെയാ റഹ്മത്തിന് കൊണ്ടുപോയി കൊടുക്കുക? അങ്ങനെ സംസാരിക്കുന്നതിനിടയിൽ ഭാര്യ പറഞ്ഞു, ഡമസ്കസ് അവിടെ പ്രബോധനം നടത്തുന്ന അയ്യൂബ് നമ്മുടെ റഹ്മത്തിനെ പോലെ അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു ചെറുപ്പക്കാരനാ. നമുക്കൊന്ന് അയ്യൂബിനെ അന്വേഷിച്ചാലോ? ഇത് കേൾക്കേണ്ട താമസം അഫ്രാത്തീമ പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ, പെണ്ണുങ്ങളെ, അതെന്തായാലും റഹ്മത്തിന് ഇഷ്ടപ്പെടും. പ്രഭാതം പൊട്ടിവിടർന്നു. ഉദയ സൂര്യൻ രക്തവർണ്ണത്തിലുള്ള അങ്കി ധരിച്ചുകൊണ്ട് പൂർവ്വ ചക്രവാളത്തിലൂടെ എത്തി നോക്കുന്നതിന് മുമ്പ് തന്നെ ഉപ്പ ഓടി ചെന്നു മകളെ റൂമിലേക്ക്. മകളെ റൂമിങ്ങനെ മുട്ടി, റഹ്മത്ത് വിചാരിച്ചു, തുടങ്ങിയല്ല, നേരം വെളുക്കുമ്പോ തന്നെ എന്നെ കാണാൻ ആള് വന്നിട്ടുണ്ടാകും, അതാ ഉപ്പ വിളിക്കുന്നത്. എന്താ ഉപ്പ? മോളെ ഇങ്ങോട്ട് വാ. എന്തേ? രാജകുമാരന്മാരും പ്രഭുക്കന്മാരും ലക്ഷാധിപന്മാരും എന്നെ കാണാൻ വന്നിട്ടുണ്ടോ? അതൊന്നല്ല മോളെ. പിന്നെ ഇന്നോടൊരു കാര്യം പറയാനുണ്ട്. റഹ്മത്ത് ബീവിനെ ഇങ്ങോട്ട് അടുത്ത് വിളിച്ച് അഫ്രാത്തീം എന്ന ഉപ്പ ചെവിയിൽ ഇതങ്ങ് സ്വകാര്യം പറയേണ്ട താമസം റഹ്മത്ത് കാലുകൊണ്ട് ചിത്രം വരച്ച് പൊട്ടിച്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, മണിയര കാണും പുതിയ പെണ്ണ് കാരോപിച്ച കരിമീൻ കണ്ണ് 14 നീലാവ് പോദിച്ച പെണ്ണ് റഹ്മത്തിന്റെ മനസ്സിലുള്ള പുതുക്ക പൂരിയ പെണ്ണ് മഷിട്ട് കറുപ്പിച്ച കരിമീൻ കണ്ണ് 14 നീലാവ് പോദിച്ച പെണ്ണ് 17 നാഴകുള്ള പുതുക്ക പെണ്ണ്. റഹ്മത്ത് ബീവിയുടെ മുന്നിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പേരങ്ങ് പറയേണ്ട താമസം മുഖം വിവർണം, മുഖത്ത് നല്ല പുഞ്ചിരി ഉണ്ടായി, മുഖം നല്ല അടിപൊളിയായിട്ട് സന്തോഷത്തോടെ നിന്നു. ഉപ്പാക്ക് മനസ്സിലായി മകൾക്ക് കുറച്ച് റേഞ്ചൊക്കെ കിട്ടിയിട്ടുണ്ട്. ഉമ്മാന്റെ അടുത്ത് ഓടിച്ചെന്ന് കാര്യം പറഞ്ഞു. ഉമ്മ ഓടി വന്ന റഹ്മത്തിനെ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ പൊന്നു മോളെ, എനിക്ക് ഇഷ്ടപ്പെട്ടല്ലോ വരലേ. നിന്നെ പോലെ ശരീരം 18 മരിക്കുന്ന പടച്ചോനെ ഓർമ്മിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അയ്യൂബ്. ഉപ്പ എനിക്കറിയാം, കാരണം അവർ കുടുംബ ബന്ധമുള്ളവരാ. എങ്ങനെ? യാക്കൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആണല്ലോ യൂസഫ് നബിന്റെ ഉപ്പ. പാപ്പാന്റെ ബന്ധമുള്ളവരാ, പരസ്പരം കുടുംബം അറിയാ. അതുകൊണ്ട് തന്നെ റഹ്മത്ത് ബിബിയുടെ കൽബിൽ കുളിര് കോരിയിട്ടതുപോലെ സന്തോഷം തുടിതുടുക്കാൻ തുടങ്ങിയപ്പോ ചുവന്നുള്ള ചുണ്ട്, ചെമ്മാനം പോത്തൊരു കവിളതുമുണ്ട്, ചെഞ്ചുണ്ടിലൊരു വൈതീണവുമുണ്ട്, ചെമ്പകമല പോലെ ചുവന്നുള്ള ചുണ്ട്, ചെമ്മാനം പോത്തൊരു കവിളതുമുണ്ട്, ചെഞ്ചുണ്ടിലൊരു വൈതീണവുമുണ്ട്, അത് പത്തിനാലങ്കാര മാടിഞ്ഞ പെണ്ണ്
ഒരു പുതിയാപ്പിള വീട്ടിലേക്ക്, പെണ്ണിന്റെ വീട്ടിലേക്ക് പോയാൽ പെണ്ണവിടെ ഉണ്ട് എന്ന് ഉറപ്പില്ല. അങ്ങനത്തെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മുടെ ദീനൊക്കെ മാറ്റി നിർത്തുന്ന ഒരു വല്ലാത്ത ഒരു സംസ്കാരമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. നമ്മുടെ ഏരിയകളിലൊക്കെ പുതിയാപ്പിളൊക്കെ പോകുന്ന രംഗമൊക്കെ ഇന്ന് പോലീസുകാർ പ്രൊട്ടക്ഷൻ കൊടുക്കേണ്ട ഒരു അവസ്ഥയിലാണ് ഇന്ന് ഈ ഉമ്മത്തുള്ളത്. അള്ളാഹു ഒരുപാട് അനുഗ്രഹം കൊടുത്തപ്പോൾ കുതിരപ്പുറത്തും ഒട്ടകപ്പുറത്തും ഒക്കെയായി, ആനപ്പുറത്തുമായി ഒരു മനോഹരമായ ഒരു സുന്നത്തായ ഇബാദത്തിനെ ഹറാമിന്റെ രംഗങ്ങളിലേക്ക് കൊണ്ടുപോകുന്നൊരവസ്ഥ. ഒരു യോജിച്ച മണവാളനെ ഉപ്പയും ഉമ്മയും കണ്ടെത്തിയാൽ ഇഷ്ടപ്പെടാത്ത അവസ്ഥ. ചിന്തിക്കണം നിങ്ങൾ. ഈ കഥ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ഒരുപാട് പരീക്ഷണത്തിന്റെ തീച്ചൂടിയുടെ കഥ പറയുന്ന ഈ കഥ, കൂടുതൽ വിശദീകരിക്കാൻ സമയമില്ലാത്ത ഈ കഥ, ആ റഹ്മത്ത് ബീവി ആലോചിച്ചത്, അയ്യൂബ് നബി ആലോചിച്ചത്, തന്റെ ദാമ്പത്യ ജീവിതത്തിൽ പടച്ചവനെ ഓർമ്മിക്കാൻ പറ്റുന്ന ഒരു കൂട്ട് എനിക്ക് വേണം. അള്ളാഹുവിനെ സ്മരിക്കുന്ന, അള്ളാഹുവിനെ ഓർമ്മിക്കുന്ന ഒരു കൂട്ട് എനിക്ക് വേണമെന്നാണ്. ഒരു നിസ്കരിക്കുന്ന പെണ്ണിനൊരു ഭർത്താവായി ഒരു ചെറുപ്പക്കാരൻ വന്നാൽ പെണ്ണ് നിസ്കരിക്കാത്ത ഒരവസ്ഥ, അല്ലെങ്കിൽ നല്ല ചെറുപ്പക്കാരനെ മോശമാക്കാൻ പറ്റുന്ന ഒരു പെണ്ണ്. അതുകൊണ്ട് ആലോചിക്കണം, ചിന്തിക്കണം നിങ്ങൾ. എനിക്കിഷ്ടപ്പെട്ടു എന്ന് റഹ്മത്ത് ബീബി പറഞ്ഞപ്പോൾ ബാപ്പയും അമ്മയും ആലോചനകൾ നടത്തി, പരസ്പരം കുടുംബക്കാർ ആലോചിച്ചു. ആ കല്യാണത്തിനൊരു തീരുമാനം ഉണ്ടാക്കി, ഒരു ദിവസം കണ്ടെത്തി. ആ കല്യാണം സമംഗളം, സന്തോഷം. അന്നത്തെ അനാചാരങ്ങളൊന്നും തൊട്ടു നീണ്ടാതെ, രാജകുമാരനും രാജകുമാരിയാണെങ്കിൽ കൂടിയും ചരിത്രത്തിൽ കാണാം ഒരു ഫക്കീറന്മാരുടെ കല്യാണം പോലെയാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെയും റഹ്മത്ത് ബീവിയുടെയും കല്യാണം നടന്നു. കല്യാണമൊക്കെ കഴിഞ്ഞു. ഫസ്റ്റ് നൈറ്റിനൊക്കെ ഒരുപാട് പറയാനുണ്ട്. ഒന്നാമത്തെ ദിവസം തന്നെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ റൂമിൽ തന്റെ പെണ്ണ് പ്രവേശിക്കലോടുകൂടി കയ്യിൽ തലവെച്ച് ദുആ ചെയ്തിട്ട് ഒരു ഭാഗത്ത് ഇബാദത്ത് ചെയ്യാൻ തുടങ്ങിയപ്പോ റഹ്മത്ത് ബീവി പായിട്ട് മറ്റൊരു ഭാഗത്ത് തൗറാത്ത് പാരായണം ചെയ്യുന്ന രംഗം കേട്ടിട്ടുണ്ടോ? ഇങ്ങനെയുള്ള ഒരു ചരിത്രം, ഒരു ദാമ്പത്യ ജീവിതം എങ്ങനെ കേട്ടിട്ടുണ്ടോ നിങ്ങള്? ആധുനിക ലോകത്ത് ജീവിക്കുന്ന ചെറുപ്പക്കാരെ എന്താണ് അവർ വളർത്തിച്ചത്? യാ അല്ലാഹ്, എന്റെ ജീവിതത്തിലേക്ക് ഒരു അള്ളാഹിനെ ഓർമ്മിക്കുന്ന ഒരു പെണ്ണിനെ ലഭിച്ചല്ലോ എന്ന രീതിയിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന അയ്യൂബ് നബി. ഒരു ഭാഗത്ത് റഹ്മത്ത് നബി, എനിക്കൊരു പ്രവാചകനെ ലഭിച്ചല്ലോ, എന്റെ ദാമ്പത്യ ദുനിയാവും ആഖിറവും എനിക്ക് രക്ഷപ്പെടുന്ന ഒരു ഭർത്താവിനെ എനിക്ക് ലഭിച്ചല്ലോ എന്ന രീതിയിൽ അള്ളാഹുവിനെ ശുക്ർ ചെയ്യുന്ന ഒരു പെണ്ണ്. ഇതാണ് ചരിത്രം. അങ്ങനെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നു. ആ ദാമ്പത്യ ജീവിതത്തിൽ സ്വാലിഹായ മക്കൾ ഉണ്ടാകണമെന്ന ആഗ്രഹത്തോടുകൂടി അവർ ഇണചേരുന്നു. അവർക്ക് അല്ലാഹു അനുഗ്രഹീതമായ മക്കളെ നൽകുന്നു. എന്നാൽ ഇന്ന് കല്യാണം കഴിഞ്ഞ പിറ്റേന്ന് ഓനെ വിളിച്ച ഓൻ നാട്ടിലില്ല, ഓൻ എവിടേക്ക് പോയാ ടൂറ് പോയതാ. അതാരാണ് ഉസ്താദ് എന്നൊന്നുമില്ല. ടൂർ എന്നുള്ളത് മാറിയിരിക്കുകയാണ്, ടൂർ പോവുകയാണ്. ഈ ടൂറിന്റെ കാര്യം പറയുമ്പോ 3 ചെറുപ്പക്കാർ ഗൾഫിൽ നിന്ന് നാട്ടിൽ വന്നു, കല്യാണം കഴിഞ്ഞ് അവർ 3 പേര് ടൂറ് പോവുക. അവരങ്ങനെ ടൂറ് പോയി കുറെ ഓടി ഒരു ഹോട്ടലിൽ കയറി ഭക്ഷണം കഴിക്കുക എന്നുള്ളത് തന്നെ ടൂറിന്റെ ഉദ്ദേശം. ചിലപ്പോൾ വണ്ടിക്ക് 10,000 ആണെങ്കിൽ ഭക്ഷണത്തിന് ചിലപ്പോൾ 35,000 രൂപ ഉണ്ടാവും. അങ്ങനെ മുഖത്തോട് മുഖം, ഭാര്യ ഭർത്താവ് അങ്ങനെ സാധനമൊക്കെ കൊണ്ടുവച്ച് ആദ്യത്തെ ഭർത്താവ് തന്റെ ഭാര്യനോട് പറഞ്ഞ്, ലിവറിങ് എടുക്ക് കരളേന്ന്. എന്താ പറഞ്ഞു? ഇത് കേട്ടപ്പോ ഭാര്യക്ക് വല്ലാത്തൊരു സന്തോഷം. നിങ്ങളും അങ്ങനെ ഭാര്യനോട് പറഞ്ഞു കേട്ടെ, എന്തൊരു ഇഷ്ടം ഭാര്യനോട്. ഇത് അവിടെ ഖദീജ അതിനെടുക്ക്, എന്തെടുക്കേ പോയി എടുത്ത് ചങ്ങായി എന്ന് പറഞ്ഞു. ഓട് എന്നെ ഖദീജ അതിൽ നിന്ന് എടുത്തിട്ട് താ എന്റെ പൊന്നാര കട്ടയെ ഓടി 2 വട്ടം കൊണ്ടുത്തരും പറഞ്ഞത്. 2 വട്ടം ലിവറിങ് എടുക്കുക കരളേന്ന് പറഞ്ഞ പൊടിന് ഭയങ്കര സന്തോഷമായി. ലിവറിൽ എടുത്തിട്ട് ഭർത്താവിന് ഇങ്ങനെ ഇട്ട് കൊടുക്കാൻ തുടങ്ങി. അപ്പൊ തൊട്ടടുത്തിരിക്കുന്ന ഭാര്യ വിചാരിച്ച റബ്ബേ അനക്കുമില്ല ഒരു മാപ്പള, ഓനൊന്നും പറയുന്നില്ലാലോ എന്ന് ചിന്തിക്കുമ്പോ ഇവനും പറഞ്ഞ് ഷുഗറിനടുത്ത് പഞ്ചാരേ രസം. അപ്പൊ ഓക്കും സമാധാനായി. അപ്പൊ മൂന്നാമതിരിക്കുന്ന എന്നെ പോലത്തെ ഒരു ഒലക്ക ഒതുങ്ങിയ ചങ്ങായി ഓനും ഓന്റെ ഭാര്യയും ചിന്തിക്കുന്ന റബ്ബേ അനക്കുമില്ല ഒരു മാപ്പള, ഒന്നും പറയാണ്ടിരിക്കുന്നു ഇങ്ങനെ വിചാരിക്കുമ്പോ അവനും പറഞ്ഞു. എന്താ പറഞ്ഞെന്നറിയോ? എന്താ പറഞ്ഞു? ബീഫിങ്ങടുക്ക് പോത്തേ, ചവിട്ട് കുത്ത് അടി കുഴപ്പം. അവ പറയുമ്പം വളരെ ശ്രദ്ധിക്കണം.
അതുപോലെ ഇവിടെയും കല്യാണം കഴിഞ്ഞു. ഞാൻ ആ ദാമ്പത്യ ജീവിതത്തിന്റെ കാര്യം പറഞ്ഞു. തൂറടിയല്ല, കുഴപ്പമുണ്ടാക്കലല്ല, പ്രശ്നങ്ങളല്ല. ശരിക്കും നല്ല രീതിയിൽ പരസ്പരം സ്നേഹിച്ചുകൊണ്ടാക്കി ദാമ്പത്യ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരാൾക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. അതാരാ? ലഅനത്തുല്ലാഹി ഇബ്ലീസ്. ഇബ്ലീസിന് അത് സഹിക്കാൻ കഴിഞ്ഞില്ല. അത് നമ്മുടെ ഇടയിൽ ഉണ്ടാകും. നമ്മൾ ടൗണിലേക്ക് പോകുമ്പോൾ ഭാര്യനെ കൂട്ടി പോകുമ്പോൾ സന്തോഷത്തോടെ പോകുക, തിരിച്ചു വരുമ്പോൾ കുഴപ്പമായിട്ട് അവർ നേരെ കുഴപ്പമുണ്ടാക്കി. ഇബ്ലീസ് ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കലാന്ന് പറഞ്ഞ ഭയങ്കര പ്രശ്നം. അതുകൊണ്ടല്ലേ കോടതിയിൽ വക്കീലന്മാരെ കാണുകയും കറുത്ത കോട്ടിട്ട വക്കീലന്മാരെ കാണാൻ കൂടുതൽ ആരാള്? കറുത്ത പർദ്ദയിട്ട പെണ്ണുങ്ങൾ. എന്തേ? ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നം കൊണ്ട്. ഖദീജ ബിബി റളിയല്ലാഹു അൻഹയും മുത്തറസൂലും ജീവിച്ച ആ സൈക്കോളജി അത് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്തേ? അള്ളാഹുവിന്റെ റസൂല് പ്രിയപ്പെട്ട ഖദീജ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് പാത്രം കഴുകി കൊടുത്തിരുന്നു. നമ്മൾ പാത്രം പോയിട്ട് അടുക്കളന്റെ ഭാഗം തന്നെ ചിലപ്പോൾ ആളുകൾ കണ്ടിട്ടുണ്ടാവില്ല. അത് അവരെ വഴി നമ്മൾ വലിയ കുപ്പായിലേക്ക് നല്ലത്. അള്ളാഹുവിന്റെ റസൂല് പാത്രം കഴുകി കൊടുത്തു. അള്ളാഹുവിന്റെ ഹബീബ് മുറ്റം തൂത്തുവാരി കൊടുത്തു, അടിച്ചുവാരി കൊടുത്തു. ആര്? ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണഭൂതരായ ഹബീബ് മുഹമ്മദ് മുസ്തഫ. എന്റെ ചെവിന്റെ പ്രശ്നമായിട്ടാ, നിങ്ങൾ ചെല്ലായിട്ടല്ല. ഞാൻ വിചാരിക്കും എന്തായി ഉസ്താദ് ഇങ്ങനെ പറയുന്നു, എന്റെ ചെവിന്റെ പ്രശ്നമാണല്ലേ. എന്നെ ചെല്ലുന്നില്ല, ഇവന്റെ നല്ല ചെവിയാ, ഇവൻ കേൾക്കുന്നുണ്ട് പോലും. കാണിക്കുന്നതാ എനിക്ക് കേൾക്കാച്ചാൽ അങ്ങനെ പറയുന്നത് സ്വീകരിക്കുമാറാവട്ടെ. അപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടി ഇബ്ലീസ് വരും. അല്ലെ, നമ്മൾ ടൗണിലേക്കൊക്കെ പോകും. ചിലപ്പോൾ നമുക്ക് തന്നെ അനുഭവം. ഓളെയും കൂട്ടി പോകുമ്പോൾ നല്ല രസമായിരിക്കും. തിരിച്ചു വരുമ്പോൾ ഇങ്ങനെ നോക്കും. ഞാൻ ചോദിച്ചു, നീ എന്താ ഇങ്ങനെ നോക്കുന്നു? അല്ല, നിങ്ങൾ ആ കടയിൽ കയറിയപ്പോൾ നിങ്ങളെ കണ്ണടിയനും ഞാൻ പറഞ്ഞു കണ്ണിടാം. നിങ്ങളല്ല കടയിലെ പെണ്ണുങ്ങളെ ഇങ്ങനെ തുറച്ചു നോക്കുന്നുണ്ട്. ഞാൻ പറയപ്പോ ഈ ഇബ്ലീസ് വന്നിട്ട് പറഞ്ഞു കൊടുത്ത ഓളോട് കുഴപ്പാക്കാൻ. പിന്നെ കുഴപ്പമായി, വീട്ടിലെത്തുമ്പോഴെ കുഴപ്പമായി. ഇബ്ലീസിന് സന്തോഷമായി. ഇബ്ലീസ് ഏടെയാ വരാന്നൊന്നും പറയാൻ കഴിയും, കുറെ പറയാനുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ ലാനത്താക്കപ്പെട്ട ഇബ്ലീസ് ഒരു പടുവൃത്തയുടെ രൂപമുണ്ടാക്കി അതാ ആ വീട്ടിലേക്ക് വരികയാണ്. മോളെ, റഹ്മത്തിനടുത്ത് തളിർമുല്ല പെൺകൊടിയേ, ആരുമില്ല മോളെ, മോഹം കതിരിട്ടതാഹം വിടരുമോ പൈങ്കിളിയേ. റഹ്മത്തിനടുത്ത് ഇബ്ലീസന്നൂരത്ത് തളിർമുല്ല പെൺകൊടിയേ, നിന്റെ കനവിലെ മോഹം കതിരിട്ടതാഹം വിടരുമോ പൈങ്കിളിയേ. സുഖമെന്നറിഞ്ഞോ, സുവർഗത്തിലറിഞ്ഞോ, സുഖിയിൽ മുഷിപ്പില്ലേ എന്നും സൗഹൃദത്തിൽ കഴിഞ്ഞ് സുബഹാനിലറിഞ്ഞ് സുറുവെല്ലാം ത്വജിച്ചില്ലേ. റഹ്മത്തിനടുത്ത് ഇബ്ലീസന്നൂരത്ത് തളിർമുല്ല പെൺകൊടിയേ, നിന്റെ കനവിലെ മോഹം കതിരിട്ടതാഹം വിടരുമോ പൈങ്കിളിയേ. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീട്ടിലില്ലാത്ത സന്ദർഭത്തിൽ അവിടെ ഇബ്ലീസ് പ്രത്യക്ഷപ്പെടുകയാണ്. അവിടെ മാത്രമല്ല, ഇവിടെയും പ്രത്യക്ഷപ്പെടും. എവിടെയും പ്രത്യക്ഷപ്പെടും. നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ വാട്സാപ്പിൽ നിങ്ങളിങ്ങനെ എടുത്തിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ മേലോട്ട് ഇങ്ങനെ ആക്കുമല്ലോ. ഒരു 3 ജ്യൂസ് ആയിട്ടുണ്ടാവും. പക്ഷെ നമുക്ക് എന്തെങ്കിലും ഉറക്ക് വരില്ല. അടുത്ത ഗ്രൂപ്പ് എടുക്കാം. അതെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടുത്ത ഗ്രൂപ്പ് 16 ഗ്രൂപ്പ് എടുത്താൽ ഉറക്ക് വരില്ല. നിങ്ങളൊക്കെ മുസാഫ് എടുത്ത് നോക്കിയാൽ പള്ളിയിൽ പോയിട്ട് മുസാഫ് എടുത്ത് നോക്കുക. ചിന്തിക്കണം, നിങ്ങൾ മുസാഫ് എടുത്തിട്ട് ഒരു പേജ് മറിക്കുമ്പോഴേക്കും ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും 3-4 കിലോ ഓരോ ബാക്കി. ഞാൻ ഇടുന്നു. ആരാ ഉറക്ക് തന്നത്? ഇബ്ലീസ്. നിങ്ങൾ ഉറക്കി മുസാഫ് കൂട്ടിയട വെച്ച്. ഇൽമിന്റെ സദസ്സ് നിങ്ങൾ നോക്കിയാൽ കുറച്ച് കസേരയൊക്കെ ഒഴിവില്ലേ? എന്തേ? ഓരോ ചങ്ങായിമാരോട് ഇബ്ലീസ് പറഞ്ഞ് ഇറങ്ങി പോടി ചങ്ങായി, പുരക്ക് പോയിട്ട് TV ഓണാക്കി മുടുക്കാതെ പെണ്ണുങ്ങളെ ഡാൻസ് കണ്ടോ? നിങ്ങൾ കണ്ടില്ലേ? ഡാൻസ് കളിക്കും മരിച്ചു വീണാണ്ട് രമഞ്ഞാന്ന് അല്ലേ? ഓണത്തിന്റെ പൂട്ടിട്ട് പെണ്ണുങ്ങന്മാരെ മുസ്ലിം പെണ്ണുങ്ങൾ ഏത് പാട്ടാ പാടുന്നത്? ഒപ്പനപ്പാട്ട്. എന്നിട്ട് പറയാം നബിദിന ഓണം ഒന്നിച്ച് വന്നുകൊണ്ടുള്ള പാട്ടാണ്. തുടങ്ങട്ടെ ബിസ്മില്ല. ബിസ്മി കൊണ്ടാണ് ഡാൻസ് കളിക്കുന്നത്.
പഠിച്ചുണ്ടാക്കട്ടെ, അള്ളാഹു ബോധം നൽകട്ടെ. ഈ നബിദിനവും ആഘോഷം വെറുതെ ഒരു കാട്ടിക്കൂട്ടലാക്കി മാറ്റിയത് ഒരു ഗുണവും ഇല്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഹബീബിനോടുള്ള സ്നേഹം രൂഢമൂലമാക്കി ഒരു സദസ്സിൽ ഒരു അല്പം ഒന്ന് ഇരിക്കാൻ പോലും നമുക്ക് സമയമില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് എടുത്തു മാറ്റിയാൽ, ഞാൻ പറയാം, നമ്മൾ മൂത്രമൊഴിക്കാൻ വേണ്ടി ബാത്റൂമിൽ പോയി മൂത്രമൊഴിക്കുന്നു. ഒരു ഉപ്പാപ്പ 80 വയസ്സുള്ള ഉപ്പാപ്പാക്ക് മൂത്ര തടസ്സം വന്നു. മക്കൾ ആശുപത്രിയിൽ കൊണ്ടുപോയി, മൂത്രമൊക്കെ ക്ലിയറായി. എന്നിട്ട് ഉപ്പാപ്പ കരച്ചു നിർത്തുന്നില്ല. ഉപ്പാപ്പാനോട് മക്കളെ വെച്ച് എന്താ ഉപ്പാപ്പ ഇങ്ങനെ കരയണ്? ഉപ്പാപ്പ പറഞ്ഞു, 80 വയസ്സ് വരെ പഠിച്ചോണ്ട് എനിക്ക് ഒരുപാട് അനുഗ്രഹം തന്നു. ഒരു മൂത്രം ഒരല്പസമയം പോകാതെ വന്നപ്പോ ഞാൻ അനുഭവിച്ച വേദന എത്രയാണ്. അള്ളാഹു ഒരു അനുഗ്രഹം നമ്മിൽ നിന്ന് എടുത്തു മാറ്റിയാൽ, ഒരു ക്യാൻസർ തന്നാൽ, ഒരു ട്യൂമർ തന്നാൽ അത് മതി എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ നന്നാവാൻ. പള്ളിയിൽ പോയിരിക്കും, ഖുർആനോതും, ഒന്നും വേണ്ട പഠിച്ചോനെ, എന്റെ രോഗം മാറ്റണേ അല്ലാ. ഓർമ്മിച്ച നിങ്ങള് അള്ളാഹുവിന്റെ അനുഗ്രഹം എടുത്തു മാറ്റുന്നതിന് മുമ്പ് തന്നെ ഇത്തരത്തിലുള്ള ധന്യമായ സദസ്സിൽ വന്നിരിക്കുവാനും, ഇത്തരത്തിൽ ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, ഈ കമ്മിറ്റി ഭാരവാഹികൾ ഈ മുത്തായ നബിയുടെ ജന്മദിനത്തിന് വേണ്ടി വിവിധ ലൈറ്റുകൾ നല്ല രീതിയിൽ അലങ്കരിച്ച് ഇവിടെ ഒരു പരിപാടി നടത്തുമ്പോ ഈ നാട്ടിലെ പരിപാടി വിജയിപ്പിക്കേണ്ട കടമ എനിക്കാണ്. നാളെ മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹൗദുൽ കൗസർ കോരി തരുമ്പോ അത് വാങ്ങി കുടിക്കാൻ ഒരു ഭാഗ്യമുണ്ടാകണമെങ്കിൽ ഈ ഹബീബിന്റെ തിരുപ്പിറവിയിൽ ലോകം സന്തോഷിക്കുമ്പോ ഈ പ്രദേശത്തെ ഞാനും അതിലൊരു കണ്ണിയായിട്ടില്ലെങ്കിൽ ഞാനൊരു മനുഷ്യനാണോ, ഞാനൊരു മോമിനാണോ എന്ന് ചിന്തിച്ചുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ ഉറക്കൊഴിഞ്ഞിട്ടും അവിടെ ഒരു റാലി നടക്കുമ്പോ ഞാൻ ചിന്തിച്ചു, പഠിച്ചോനെ, പ്രസംഗിക്കുന്ന ഞാൻ ഈ നാട്ടിൽ നിന്ന് ഉസ്താദുമാരും മക്കളൊക്കെ നടന്ന റാലിയിൽ ഒരല്പസമയം പോകാതിരുന്നാൽ പഠിച്ചോൻ ഞാനൊരു മനുഷ്യനാണോ? ഞാൻ മുത്ത് റസൂലിന്റെ ഇഷ്ക് പറയുന്ന ആളെങ്ങനെയാകും? ഞാൻ എൻ്റെ മഹിമ പറയല്ല, എൻ്റെ എണ്ണങ്ങളെ മുന്നിൽ പൊന്തിക്കുമല്ല എന്നും ഒരു ചെറിയൊരു ആലോചന നടത്തിയപ്പോഴാണ് ഞാൻ മുഖം കഴുകിയിട്ട് ഞാൻ ആ റാലിയിലേക്ക് അല്പസമയം പോയത്. എന്താ, ഇത്തരത്തിലുള്ള നല്ല ചിന്തകൾ നമുക്ക് കടന്നു വരണമെങ്കിൽ ഇബ്ലീസിനെ തട്ടി മാറ്റാൻ കഴിയണം എന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിന്റെ അനുഗ്രഹം ഒന്നെടുത്തു മാറ്റുന്നതിന് മുമ്പ് അള്ളാഹു ചെയ്ത അനുഗ്രഹത്തിന് നന്ദി പറയലാണ് നമ്മുടെ കടമ എന്നൊരു ബോധം ഈ കഥാപ്രസംഗിക്കാൻ നിങ്ങൾക്ക് എന്നോടും നിങ്ങളോടും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അവിടെ ഇബ്ലീസ് വന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, ഇബ്ലീസ് വന്നത് എങ്ങനെയാ? ഒരു ഉമ്മാമാന്റെ രൂപത്തിലാ. അയ്യൂബ് നബി അവിടെ ഇല്ല. മോളെ റഹ്മത്തെ, ആരാ ഇത്? ഞാനാ മോളെ. ആര്? എന്നെ പരിചയമില്ലേ? ഇല്ല വല്യമ്മ, നമുക്ക് പരിചയമില്ലല്ലോ. എന്റെ കൈ പിടിക്കും മോളെ എന്ന് പറഞ്ഞ് കൈയൊക്കെ പിടിച്ച് റഹ്മത്ത് ബീവി അവിടെ, ശ്രദ്ധിക്കണേ, വീട്ടിലിരുത്തി, സോഫയിലൊക്കെ ഇരുത്തി. കുറച്ചു കഴിഞ്ഞപ്പോ ഈ വല്യമ്മ ഇങ്ങനെ നോക്കി. ആരെ? റഹ്മത്തിനെ. മോളെ, എന്റെ പൊന്നു മോളെ. എന്റെ വല്യമ്മ കരയണം. രാജകുമാരന്മാർ, ലക്ഷാധിപന്മാർ, പ്രഭുക്കന്മാർ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നിട്ടില്ലേ? വന്നിരുന്നു. അവരെയൊക്കെ വേണ്ടെന്ന് പറഞ്ഞിട്ടല്ലേ ഈ അയ്യൂബിനെ നീ തെരഞ്ഞെടുത്തത്. ഇപ്പൊ നിനക്ക് മനസ്സിലായില്ലേ? ഒന്നാമത്തെ ദിവസം തന്നെ ഇബാദത്ത്. ഒരു പെണ്ണിന് എത്രയൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടാകും. ഒന്നാമത്തെ ദിവസം ഇബാദത്തല്ലുണ്ട്, എന്തെല്ലാം കാര്യം ചെയ്യാറുണ്ട്. എന്റെ മോളെ കോലം പോയില്ലേ, എന്റെ മോളെ ചേല് പോയില്ലേ, എന്റെ മോളെ സ്റ്റൈല് പോയില്ലേ. നിങ്ങൾ ചിന്തിച്ചൊക്കെ നമ്മളോളോടാ പറഞ്ഞെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? പിന്നെ നമ്മുടെ വീട്ടിൽ കയറി പോകേണ്ട ആവശ്യം ഉണ്ടാവില്ല. ഇബ്ലീസ് വന്ന റഹ്മത്ത് ബീവിയോട് പറഞ്ഞു കൊടുക്കുക, എന്നെ കാണാൻ ഇപ്പൊ ഒരു സ്റ്റൈലുണ്ട മോളെ, ഭക്ഷണം ശരിക്കും കഴിക്കുന്നുണ്ട് മോളെ, നീ യൂസുഫ് നബിയുടെ മകളല്ലേ, എത്ര സുന്ദരിയായിരുന്നു നീ ആകെ പോയില്ല മോളെ എന്ന് പറഞ്ഞ് റഹ്മത്ത് ബീവി വന്നു. റഹ്മത്ത് ബീവിയോട് ഇബ്ലീസ് പറഞ്ഞപ്പോ, ഒരു വല്യമാന്റെ രൂപത്തിൽ പറഞ്ഞപ്പോ റഹ്മത്ത് ബീവി പറഞ്ഞത്, വല്യമ്മക്ക് എന്താ ഇത്ര ദുഃഖോ? എനിക്ക് യോജിച്ചൊരു മണവാളനെ എനിക്ക് ലഭിച്ചു. അള്ളാഹുവിനെ മറക്കാതെ ജീവിക്കാൻ പറ്റുന്ന ഒരു മണവാളനെ, ഒരു ചെറുപ്പക്കാരൻ ഞാൻ ആഗ്രഹിച്ചു. അത് ആ ആലോചന വന്നപ്പോൾ ഞാൻ സ്വീകരിച്ചു. എനിക്ക് പ്രശ്നമില്ലല്ലോ വല്യമ്മക്ക് എന്താ പ്രയാസം? എല്ലാം മോളെ പറഞ്ഞിട്ട് എന്താ കാര്യം, എന്റെ ഗതി ഇങ്ങനെ ആയിപ്പോയില്ലേ എന്ന് പറഞ്ഞ് വീണ്ടും റഹ്മത്തിനെ ഒന്ന് ചൂടാക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മത്ത് ചൂടായില്ല.
നമ്മൾ വീട്ടിലേക്ക് കയറിപ്പോകുമ്പോൾ ചില ഭാര്യമാർ നമ്മളോട് കയർത്ത് പറയുന്നു, അധ്വാനിച്ച് കഷ്ടപ്പെട്ട് കയ്യിൽ എന്തെങ്കിലും എടുത്ത് വീട്ടിലേക്ക് പോകുമ്പോ ആ കീസ് അല്ലെങ്കിൽ ആ സഞ്ചി അങ്ങോട്ട് വാങ്ങി ഒരു കട്ടൻ ചായ കൊണ്ടുവന്ന് തരാൻ, ഒരു നല്ല വാക്ക് പറയാൻ ചില ഭാര്യമാർ തയ്യാറാകൂല. കാരണം എന്താ? അവർക്കറിയില്ല, ചിലപ്പോ ഇബ്ലീസ് വന്ന് കാര്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടാകും. നമ്മൾ പ്രതീക്ഷയോടെ കടന്നു പോകും. ചിലപ്പോൾ ഭാര്യമാർ നമ്മളെ ചിന്തിക്കൂല, എത്ര കഷ്ടപ്പെട്ടിട്ടാണ് നമ്മൾ ജോലി ചെയ്യുന്നത്, എത്ര ആളുകൾ എന്തൊക്കെ വാക്ക് കേട്ടാ നമ്മൾ കൂലി വാങ്ങി വരുന്നത്. ചില ഭർത്താക്കന്മാരെ ഭാര്യമാരെ ശ്രദ്ധിക്കൂല. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, പെങ്ങന്മാരെ, ഈ ചരിത്രം കേൾക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, നമ്മൾ രണ്ടുപേർക്കും ഒരുപാട് പാഠമുള്ള ഒരു ചരിത്രമാണ്. കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഇവിടെ നിന്നിട്ട് കാര്യമില്ല. റഹ്മത്ത് ബി പറഞ്ഞു, എനിക്ക് യോജിച്ചൊരു മണവാളനെ എനിക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന് ആ ഉമ്മമ്മയോട് പറഞ്ഞപ്പോ ഉമ്മമാക്ക് തോന്നി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. ഇബ്ലീസ് അപ്രത്യക്ഷമായി വരുമ്പോ എന്റെ കൈ പിടിക്ക് മോളേന്ന് പറഞ്ഞ് ഇബ്ലീസ് അപ്രത്യക്ഷമായപ്പോൾ റഹ്മത്ത് ബിക്ക് മനസ്സിലായത് എന്താ, ഇവിടെ വന്നത് ഇബ്ലീസാണ്. നമ്മൾ ഓളോട് അങ്ങനെ പറഞ്ഞു കൊടുത്താലോ? ചില ഓളുകൾ പറയും, ആരെയാ റബ്ബെ കിട്ടിയത്, എന്റെ മക്കൾ മൊത്തം പട്ടിണിയിലായില്ലേ, അപ്പുറത്തെ പേർക്ക് ദിവസവും ചിക്കൻ, എപ്പോ മുട്ട, എന്റെ മക്കളെ ഗതി ഇങ്ങനെ ആയിപ്പോവല്ലോ റബ്ബേന്ന്. സാധാരണ ഭക്ഷണമൊക്കെ ഉണ്ട്, എന്നാലും ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന ചില പെണ്ണുങ്ങൾ, ഇവിടുത്തെ അല്ലാത്ത പെണ്ണുങ്ങൾ, കാരണം ഇവിടുത്തെ അല്ല, ഇവിടുത്തെ അല്ലാത്ത പെണ്ണുങ്ങളല്ലേ നല്ല നമ്മളെല്ലാം നാട്ടിലെ പെണ്ണുങ്ങൾ അവസ്ഥയായി പറയും. വേദനിപ്പിക്കുന്ന ചില പെണ്ണുങ്ങളോട് ശ്രദ്ധിക്കണം, ഓർമ്മിക്കണം, കഥ കേൾക്കണം. നിങ്ങള് അവസാനം രക്ഷപ്പെടണമെങ്കിൽ അല്ലെ അങ്ങനെ പറയും. അപ്പുറത്തെ പോലെ വലിയ 2 നിലയുള്ള വീട് ഗൾഫിൽ പോയിട്ട് വന്നോനെടുത്ത്, നിങ്ങൾ ഗൾഫിൽ പോയിട്ട് എന്ത് മനുഷ്യ കൊണ്ടാന്ന്, നിങ്ങളൊക്കെ ഒരു ഫോൺ എടുത്തന്ന്, അപ്പുറത്തെ ഭർത്താവ് ഐഫോണിലേ കൊണ്ടൊക്കെ എടുത്ത് എന്തെങ്കിലും ഡ്രസ്സാണ് കൊണ്ടുകൊടുത്ത്, ഈ എന്റെ മക്കള് ഫക്കീറന്മാരെ പോലെയല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ഭർത്താക്കന്മാരെ വേദനിപ്പിക്കുന്ന സഹോദരിമാരെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോ. ആ റഹ്മത്ത് ബീബി പറഞ്ഞു, എനിക്ക് യോജിച്ചൊരു മണവാളനെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. എന്നാൽ സാധാരണ പെണ്ണാണെങ്കിൽ അയ്യൂബ് നബിനെ വന്നാ എന്താ പറയാ, എല്ലാ മനുഷ്യനെ കെട്ടിയിട്ട് ഒന്നാമത്തെ ദിവസം ഇബാദത്താ, എന്താ ഇത്, നിങ്ങൾ നല്ല ഭക്ഷണം എനിക്ക് കൊണ്ടുതരുന്നുണ്ടായെന്നൊക്കെ ചോദിക്കൂലേ? അതൊന്നും റഹ്മത്ത് ബീബി പറഞ്ഞില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, വാനലോകത്ത് വെച്ച് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് പുകഴ്ത്തി പറയുന്നത് ഇബ്ലീസ് കേൾക്കുകയാണ്. പരിശുദ്ധ ഖുർആനിൽ കാണാം, അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം واذكر عبدنا أيوب إذ نادى ربه أني مسني الشيطان بنصب وعذاب. അയ്യൂബ് നബിയെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ പറയാണ്, അയ്യൂബ് സ്വാബിർ, ക്ഷമാശീലനായ അയ്യൂബ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള ആ അയ്യൂബ് നബിയെ കുറിച്ച് പ്രവാചകരോട് പറയാണ്, എന്റെ അടിമയെ അങ്ങ് സ്മരിക്കണം, ഓർമ്മിക്കണം നബിയെ. ശൈത്താൻ വന്നുകൊണ്ട് പീഡയും ബുദ്ധിമുട്ടും അതാപം നൽകിയ ഒരു സന്ദർഭമുണ്ടായിരുന്നു എന്നത് വിശാലമാണ് ആ ചരിത്രം. ഈ പുകഴ്ത്തി പറയുന്ന രംഗം കേട്ടപ്പോ ഇബ്ലീസ് അല്ലാഹുവിനോട് പറഞ്ഞു, അല്ലാഹുവേ, അയ്യൂബ് നബിക്ക് എല്ലാവിധ അനുഗ്രഹങ്ങൾ കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് സമ്പത്ത് കൊടുത്തിട്ടുണ്ടല്ലോ, രാജപദവി കൊടുത്തിട്ടുണ്ടല്ലോ, രാജകൊട്ടാരം കൊടുത്തിട്ടുണ്ടല്ലോ, ഒരുപാട് മക്കളെ കൊടുത്തിട്ടുണ്ടല്ലോ, നല്ല ഭാര്യയെ കൊടുത്തിട്ടുണ്ടല്ലോ. അതുകൊണ്ടല്ലേ അയ്യൂബ് നിന്നെ ഓർമ്മിച്ച് സ്മരിച്ച് ജീവിക്കുന്നത്. നിങ്ങൾ അയ്യൂബിന് ഒരു വിഷമുണ്ടാക്കി കൊടുത്താൽ അള്ളാഹിനെ കുറ്റം പറയുന്നവരായ അയ്യൂബ് നബി മാറും. അജബല്ലി അംറിൽ മുഅ്മിൻ, അജബല്ലി അംറിൽ മുഅ്മിൻ. ഒരു മുഅ്മിനായ മനുഷ്യന്റെ കാര്യം അത്ഭുതകരമാണ്. എന്തെന്നറിയോ? അവനൊരു പ്രയാസം വന്നാൽ അവൻ ക്ഷമിക്കും, അവനിക്കൊരു സന്തോഷം വന്നാൽ അൽഹംദുലില്ലാഹ്, അല്ലാഹുവേ നിനക്കാണ് സ്തുതി. അതാണ് ഒരു മുഅ്മിൻ. ഒരു മുഅ്മിൻ എങ്ങനെയാ? അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്ഭുതകരമാണ്. ഫൈദാ അസാബത്തുഹു മുസീബ സറാ വറാ സാബിറൻ, ഒരിക്കൊരു സന്തോഷം ഉണ്ടായാൽ അവൻ അൽഹംദുലില്ലാഹ് പറയുന്നു, ഒരിക്കൊരു പ്രയാസം ഉണ്ടായാൽ അവൻ ക്ഷമിക്കും. അതാണ് യഥാർത്ഥ മുഅ്മിൻ.
എന്ന് പറഞ്ഞു കൊടുത്തു. എന്നെ നിങ്ങൾ അയ്യൂബ് നബിക്ക് ഒരു പ്രയാസം ഉണ്ടായി കൊടുത്താട്ടെ. എന്നാൽ അയ്യൂബ് നബി അള്ളാഹിനെ കുറ്റം പറയും, നല്ല മാർഗത്തിൽ നിന്ന് വ്യതിചരിക്കുമെന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോ അള്ളാഹു പറഞ്ഞു, എന്റെ യഥാർത്ഥ മുത്തഖീങ്ങളെ വഴിപിഴപ്പിക്കാൻ നിന്നെ കൊണ്ടാവില്ല ഇബ്ലീസേ. അങ്ങനത്തെ യഥാർത്ഥ മുത്തഖീങ്ങളാവാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, ആഖിബത്ത് നീ ഞങ്ങൾക്ക് നന്നാക്കി തരണേ അല്ലാഹ്. ഡാൻസ് കളിക്കുന്ന സന്ദർഭത്തിൽ ഹറാമിന്റെ സ്ഥാനത്ത് വെച്ച് ഞങ്ങളെ റൂഹ് നീ പിടിക്കല്ല റബ്ബേ. ആഖിബത്ത് നീ നല്ല സമയത്ത്, യോജിച്ച സമയത്ത് എല്ലാരോടും പൊരുത്തപ്പെട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി മരിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണേ നാഥാ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്നാൽ അതാ അള്ളാഹുവിന്റെ ഒരു പരീക്ഷണം അയ്യൂബ് നബിയിലേക്ക് വരികയാണ് ഇബ്ലീസിലൂടെ. ഇബ്ലീസിന് എല്ലാ കഴിവും അള്ളാഹു നൽകിയിട്ടുണ്ട്. ചരിത്രത്തിൽ കാണാം, ഒരുപാട് മക്കളെ നൽകിയിട്ടുണ്ട് അയ്യൂബ് നബിക്ക് എന്ന് പറഞ്ഞു. മക്കൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ പൂക്കളല്ലേ, ആ പൊന്നുമക്കൾ. ആ മക്കൾ എന്നതുകൊണ്ടല്ലേ നമ്മൾ സന്തോഷത്തോടെ ജീവിക്കുന്നത്. കഴിഞ്ഞുള്ള ആരംഭപ്പൂവല്ലേ, എന്തൊരു ചേലുള്ള കുഞ്ഞുമക്കളല്ലേ, ആരും കൊതിക്കുന്ന കുഞ്ഞുമക്കളല്ലേ, ഏറ്റം പിരിശത്താൽ പോറ്റി വളർത്തുന്നേ അഹദും കഴിഞ്ഞുള്ള ആരംഭപ്പൂവല്ലേ. മക്കൾ പൂക്കളാണ്. നമ്മുടെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന നമ്മുടെ മക്കൾ ഓടി വരുമ്പോഴാണ് നമുക്ക് സന്തോഷം, ആനന്ദം. ആ മക്കളെ എടുത്ത് മുട്ടായിയൊക്കെ കൊടുത്ത് ചുംബിച്ച് അൽഹംദുലില്ലാഹ് നമ്മുടെ മക്കളൊക്കെ അള്ളാഹു നന്നാക്കി തരട്ടെ. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ ദീർഘായുസ് നൽകട്ടെ. നമ്മുടെ മുന്നിൽ വെച്ച് നമ്മളെ മക്കൾ ഈ ലോകത്തോട് വിട പറയുന്ന അവസ്ഥയെ തൊട്ട് പഠിച്ചോ കാത്തുരക്ഷിക്കുമാറാവട്ടെ. മക്കൾക്ക് വേണ്ടി മയ്യത്തിരിക്കുന്ന അവസ്ഥയെ തൊട്ട് പഠിച്ചോ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഒരുപാട് അപകടങ്ങളാണ്, അപകട മരണങ്ങളാണ് നടക്കുന്നത്. കാസർഗോഡ് മിഞ്ഞാന്ന് പോകുമ്പോൾ നമ്മുടെ ബാക്കിൽ ഒരു ബൈക്കുകാരൻ ഒരു കാറ് വന്ന് അടിച്ചു തെറിപ്പിച്ചു. ചിലപ്പോൾ ഓൺ ആഘോഷിക്കാൻ വേണ്ടി പോകുന്ന ചെറുപ്പക്കാരനായിരിക്കും, ആർക്കും നമുക്കറിയില്ല. ചിലപ്പോൾ നബിദിന ആഘോഷത്തിന് വേണ്ടി മക്കൾക്ക് ഡ്രസ്സ് വാങ്ങി പോകുന്ന ആളായിരിക്കും, നമുക്കറിയില്ല. ഇത്തരത്തിലുള്ള അപകടങ്ങളെ തൊട്ട് കാത്തിരക്ഷിക്കുമാറാവട്ടെ. നമ്മുടെ കണ്ണൂർ ജില്ലയിൽ തന്നെ ദഫ് പഠിപ്പിച്ചു വന്നൊരു ചെറുപ്പക്കാരൻ പോസ്റ്റിന് കൊണ്ട് ഇടിച്ചിട്ട് മരിച്ചുപോയി. ലോകത്തുള്ള നിഹാൽ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ. അങ്ങനെ ഒരുപാട് അപകട മരണങ്ങൾ, ഷഹീദിന്റെ പ്രതിഫലം അള്ളാഹു അവർക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ കഠിനമായ പരീക്ഷണങ്ങൾ നമ്മുടെ നമ്മയും കുടുംബത്തെയും നമ്മുടെ വീടിനെയും അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. എന്നാൽ ആ മക്കളെ ഇല്ലായ്മ ചെയ്താൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിനെ കുറ്റം പറയും. നന്മ ചെയ്യുന്നതിൽ നിന്ന് വ്യതിചലിക്കുമെന്ന് മനസ്സിലാക്കിയ ഇബ്ലീസ്, മൂഢനായ ഇബ്ലീസ്, ഒരു ദിവസം അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പ്രിയപ്പെട്ട ഭാര്യ റഹ്മത്ത് ബീബി മക്കളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മക്കളെ, നമുക്കൊരുപാട് കൃഷിസ്ഥലമുണ്ട്, ഒരുപാട് ഒട്ടകങ്ങളുണ്ട്, ഒരുപാട് വേലക്കാരുണ്ട്, ഒരുപാട് തൊഴിലാളികളുണ്ട്. അവർക്ക് കൂലിയൊക്കെ കൊടുത്ത് ആ കൃഷി സ്ഥലമൊക്കെ കണ്ടിട്ട് ഞങ്ങൾ വരാം മക്കളെ. എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ അയൽപക്കത്തെ വീട്ടിലേക്ക് കയറി നിന്നോ മക്കളെ എന്ന് പറഞ്ഞ് ഉപ്പയും ഉമ്മയും ചുംബിച്ച് മക്കളെയോട് സലാം പറഞ്ഞ് അവരങ്ങോട്ട് പോവുകയാണ്. അങ്ങനെ ആ കൃഷി സ്ഥലത്തേക്ക് പോയപ്പോ ഇബ്ലീസ് ചിന്തിക്കാൻ തുടങ്ങിയിട്ട് തന്നെ തക്ക സന്ദർഭം. പ്രവാചകരുടെ മക്കളെ നശിപ്പിച്ചാൽ എന്തായാലും അള്ളാഹുവിനെ കുറ്റം പറയും, നന്മയിൽ നിന്ന് വ്യതിചലിക്കും അവര്. അതങ്ങനെയാണ്. നമുക്ക് എന്ത് വിഷമുണ്ടായാലും എന്ത് പ്രയാസം ഉണ്ടായാലും അങ്ങനെയാണ് അല്ലേ. ചില ഉസ്താദുമാര് മക്കളെ അടിച്ചു എന്ന് കേട്ടാ പിന്നെ ഒപ്പം നിൽക്കൂല, അതൊരു പോക്കാണ് അല്ലേ. അതങ്ങനെ ഒരു സ്നേഹമാണ് മക്കളോട്. അവരങ്ങോട്ട് പോയി. ആ പോയ സന്ദർഭത്തിലാണ് ഇബ്ലീസിന് അള്ളാഹു കൊടുത്ത കഴിവ് പ്രകാരം ആ ശാന്തമായ പ്രകൃതി പ്രക്ഷുബ്ധമായി വലിയ പേമാരി വർഷിക്കാൻ തുടങ്ങി. ഒരു കാറ്റ് ആഞ്ഞു വീശി അതൊരു കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിച്ചു. എന്നാൽ മഴയും കൊടുങ്കാറ്റും ഇടിപ്പടക്കങ്ങളും അവിടെ താണ്ഡവമാടാൻ തുടങ്ങിയപ്പോ എല്ലാവരും വാതിലുകൾ കൊട്ടിയടച്ചു. ഈ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മക്കൾ അവരവരുടെ വീട്ടിലേക്ക് ഓടിച്ചെന്ന് വാതിലുകൾ കൊട്ടിയടച്ചു. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, വീണ്ടും ശക്തമായ കൊടുങ്കാറ്റ് ആഞ്ഞു വീശിയപ്പോ കൊടുങ്കാറ്റ് ഭാരതാണ്ഡവമാണ്
മതിയാത പൊങ്ങുന്നേ ഉദവി പരീക്ഷണം നബിയോരിൽ തങ്ങുന്നേ കാറ്റുമഴയാലേ വീട് തകരുന്നേ നാട്ടുകാരന്നത ഓടിയടുക്കുന്നേ പിഞ്ചോമനമുഖം കണ്ട് വീതുന്നേ വിരകത്താൽ നെഞ്ചിനുള്ള തകർന്നിടുന്നേ എന്തൊരു ചേരുള്ള പൊന്നു മക്കളല്ലേ ആരും കൊതിക്കുന്ന പൊന്നു മക്കളല്ലേ ഏകം പിരിശത്താൽ പോറ്റി വളർത്തുന്നേ അകതുള്ള ആരംഭ പോവല്ലേ. സഹോദരന്മാരെ, ഈ സഹസ്രേക പായസം തന്നത് ഈ അടുത്ത് മരണപ്പെട്ട മുൻ മദ്രസ പ്രസിഡന്റിന്റെ മാലിന്യ പ്രസിഡന്റിന്റെ PP ഹംസ ഹാജിയുടെ പേരിലാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സഹോദരന്റെ ആ ധർമ്മം സ്വീകരിച്ചു തക്കതായ പ്രതിഫലം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ചെറിയ ഡിലെ വേണം എന്നാണ് ഇവർ പറഞ്ഞത്. ഹലോ, നമുക്ക് പാട്ട് പാടാൻ കുറച്ചൊരു ഒഴുക്കം ഒന്ന് ഓപ്പറേറ്റർമാർ സാധിക്കണം. ചെറിയ റിപ്പീറ്റ് വേണം. ഹലോ, അങ്ങനെ പ്രിയപ്പെട്ട ആ പൊന്നാര മക്കൾ വീട് അടഞ്ഞു കഴിയുകയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മഴയും ഇടിയും മിന്നും കാറ്റും അതൊരു കൊടുങ്കാറ്റായി രൂപാന്തരം പ്രാപിച്ചപ്പോ ഇബ്ലീസിന് അല്ലാഹു നൽകിയ കഴിവ് കൊണ്ട് നിങ്ങൾ ചിന്തിക്കും, ഇബ്ലീസിന് എന്തിനായി കഴിവ് കൊടുത്തത് എന്ന്. ദുനിയാവ് ഒരു പരീക്ഷണത്തിന്റെ ലോകമാണ്. ഒരുപാട് പരീക്ഷണങ്ങൾ ഉണ്ടാകും. ഒരുപാട് പരീക്ഷണങ്ങൾ അല്ലാഹുവിന്റെ പ്രവാചകന്മാർ ഏറ്റുവാങ്ങിയിട്ടുണ്ട്. ആ പരീക്ഷണത്തിലൊക്കെ വിജയിച്ച ചരിത്രമാണ് പരിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞു തരുന്നത്. അസത്യത്തിന്റെ മാർഗത്തിൽ ഉറച്ചു നിന്ന ധിക്കാരികളുടെ പരാജയകഥകൾ പരിശുദ്ധ ഖുർആൻ നമ്മെ ഇടക്കിടക്ക് ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒരുപാട് ചരിത്രങ്ങൾ പറയാനാണ് ഖുർആനിന്റെ പേജുകൾ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മുഅ്മിനീങ്ങളെ നിങ്ങളെ ഓർമ്മിക്കുകയാണ്. അങ്ങനെ ആ കൊടും കാറ്റിന്റെ ശക്തി കൊണ്ട് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട് തകർന്ന് തരിപ്പണമായി. കൊടുങ്കാറ്റ് നിലച്ചു, മഴ നിലച്ചു, ശാന്തമായ പ്രകൃതി വന്നപ്പോ നാട്ടിലെ ആളുകൾ മുഴുവനും അയൽപക്കത്തെ ആളുകൾ മുഴുവനും ആ ശബ്ദം കേട്ട ഭാഗത്തേക്ക്, ഘോര ശബ്ദമുണ്ടായ ആ ഭാഗത്തേക്ക് ഓടിച്ചെന്നു. കണ്ട കാഴ്ച എന്താ? ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ വീട് തകർന്നിരിക്കുന്ന രംഗമാ. അവിടെ ആരാ ഉള്ളത് എന്നവർക്കറിയില്ല. വീടിന്റെ ഓരോരോ അവശിഷ്ടങ്ങളും മണ്ണും കല്ലും മരങ്ങളും എടുത്തെടുത്ത് മാറ്റി എന്റെ പ്രിയപ്പെട്ടവരെ മാറ്റി നോക്കി അവസാനം അവർ കണ്ട കാഴ്ച 13ഓളം വരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മക്കളുടെ ജീവനറ്റ ചേതനയറ്റ ആ ശിരസ്സും ശരീരവും കണ്ട് വിറങ്ങലിച്ചു പോയി നാട്ടുകാർ. ഒരല്പസമയത്തിന് ശേഷം അതാ അങ്ങകര വിദൂരതയിൽ നിന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബിയും റഹ്മത്ത് നബിയും പല കഥകളും കിസ്സകളും പറഞ്ഞുകൊണ്ട് കൈപിടിച്ചുകൊണ്ട് നടന്ന് വരികയാണ്. അപ്പോഴാണ് ഇബ്ലീസ് ഒരു നീളക്കുപ്പായും തസ്ബീഹുമാലയൊക്കെ എടുത്തിട്ട് ഒരു ഈമാനുള്ള മനുഷ്യനെ പോലെ അവരുടെ മുന്നിൽ ചെന്ന് നിന്നിട്ട് പറഞ്ഞു, നബിയെ, പ്രവാചകരെ, ഇവിടെ ഭയങ്കര മഴ ഉണ്ടായിരുന്നു, കാറ്റുണ്ടായിരുന്നു, എന്നിട്ട് എന്റെ മക്കൾക്ക് എന്തെങ്കിലും സംഭവിച്ചോ എന്നോ? നിങ്ങളെ വീട് തകർന്നു, എന്റെ മക്കൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് മാത്രമല്ല, നിങ്ങളുടെ വീട്ടിന്റെ അകത്തളത്തിലുള്ള മക്കൾ ഞെരിഞ്ഞമർന്ന് ലോകത്തോട് വിട പറഞ്ഞു എന്നത് കേട്ടപ്പോ അയ്യൂബ് നബി ക്ഷമിച്ചു. പക്ഷേ റഹ്മത്ത് ബീവിക്ക് ക്ഷമിക്കാൻ കഴിയില്ല. എന്റെ പൊന്നുമക്കളെ എന്ന് വിളിച്ച് കരഞ്ഞ് നിലവിളിച്ചിട്ട് പറഞ്ഞു, മക്കളെ, എന്റെ പൊന്നെ, നിങ്ങളെന്നെ വിട്ട് പോയോ? എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു പൊന്നുമക്കളെ. നിങ്ങള് ഈ ഉപ്പാനെ വിട്ട് പോയോ എന്ന് പറഞ്ഞിട്ട് പൊട്ടി കരയാൻ തുടങ്ങിയപ്പോ ജനങ്ങളെ മുഴുവനും പിരിഞ്ഞുവെന്നോ ഇന്ന് കനവ് കൊള്ളോ മറന്നു പോയോ? അവിടെ വെച്ച് റഹ്മത്ത് ബിബി കരയാൻ തുടങ്ങിയപ്പോ അയ്യൂബ് നബി ചോദിച്ചു. അവർ വീട്ടിലെത്തി. പൊന്നാര മക്കളെ
കിടത്തി വെള്ള വസ്ത്രം കൊണ്ട് മൂടിയ ഓരോ മക്കളെയും മുഖം കണ്ട് റഹ്മത്ത് ബിബി കരയാണ്. പക്ഷേ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാന്റെ പ്രവാചകരാ. അജബൽ അംറുൽ മുഅ്മിൻ, ഒരു മുസീബത്ത് വന്നപ്പോ അയ്യൂബ് നബി ക്ഷമിച്ചു നിൽക്കുകയാ. ഹൃദയം പൊട്ടാനായിട്ടുണ്ട്. പക്ഷേ ആ പ്രവാചകരങ്ങനെ നിൽക്കുമ്പോ റഹ്മത്ത് ബിബി കരയാ. റഹ്മത്ത് ബിബി കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ റഹ്മത്ത് ബിബിയോട് ചോദിച്ചു, റഹ്മത്തെ, ഈ 13ഓളം വരുന്ന മക്കളെ നമുക്ക് തന്നത് ആരാ റഹ്മത്തെ? പഠിച്ചോ തന്നതാ അല്ലേ? ഈ മക്കളെ കൂട്ടിക്കൊണ്ടുപോയത് ആരാ റഹ്മത്തെ? അതോ അള്ളയാ? അള്ള തന്ന മക്കളെ അള്ള കൂട്ടിക്കൊണ്ടുപോയതിന് റഹ്മത്തെ, നീ കരയല്ല റഹ്മത്തെ, നീ ഒന്ന് അടങ്ങ് റഹ്മത്തെ. സുവർഗം തന്നിൽ അണഞ്ഞാൽ കാണാരുകി കരഞ്ഞിടുന്നേ ഏറ്റം കഥനമേറെ സഹിച്ചിടുന്നേ കനിമക്കളും തിരിഞ്ഞുവെന്നോ ഇന്ന് കനവ് കൊല്ലും നിർത്താതെ കരഞ്ഞുകൊണ്ടിരിക്കുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഒരു വിധത്തിൽ ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സമാധാനിപ്പിക്കുകയാണ്. അവർ കുറച്ച് സമാധാനം റഹ്മത്ത് നബിക്ക് കിട്ടി. റഹ്മത്തിനോട് പറഞ്ഞു, നമുക്ക് മക്കളെ തന്ന പഠിച്ചോളെ, അള്ളാഹുവിനെ ചോദ്യം ചെയ്യാൻ നമുക്ക് പറ്റുമോ റഹ്മത്തെ? ആ മക്കളെ അള്ളാഹു തിരിച്ചു വിളിച്ചു എന്ന് കരുതിയാ പോരെ? അതുകൊണ്ട് നീ ക്ഷമിക്കൂ റഹ്മത്തെ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ലോകമാണ് ഈ ദുനിയാവ്. അദ്ദുന്യാ സിജ്നുൽ മുഅ്മിനീൻ, മുഅ്മിനിന്റെ നരകമാണ് ഈ ദുനിയാവ്. വജന്നത്തുൽ കാഫിരീൻ, കാഫിരീങ്ങളെ സ്വർഗ്ഗമാണ് ഈ ദുനിയാവ്. അതുകൊണ്ട് കാഫിരീങ്ങളെ സ്വർഗ്ഗത്തിൽ വെച്ച് ചെയ്യുന്ന എല്ലാ പ്രവർത്തനത്തിന്റെയും പിന്നാലെ സിജ്നായ നമ്മൾ പോകരുത് എന്ന ഒരു പാഠം നമ്മൾ ജീവിതത്തിൽ മനസ്സിലാക്കണമെന്ന് എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഓരോരോ പരീക്ഷണങ്ങളും അയ്യൂബ് നബിക്ക് നൽകാൻ തുടങ്ങിയിരിക്കുന്നു. അതൊക്കെ സഹിക്കാൻ തുടങ്ങിയിരിക്കുന്നു ബഹുമാനപ്പെട്ട അയ്യൂബ് നബി. ഇപ്പോൾ സ്വന്തം മക്കളെ മുഴുവൻ നഷ്ടപ്പെട്ടു. എന്നിട്ടും അള്ളാഹുവിന്റെ കുറ്റം പറഞ്ഞില്ല, ക്ഷമിക്കുകയാണ്. വാനലോകത്ത് വെച്ച് അള്ളാഹുവിന്റെ മാലാഖമാർ അയ്യൂബ് നബിയെ പുകഴ്ത്തി പറയുന്നത് കേൾക്കാൻ ഇബ്ലീസിന് സാധിച്ചു. അപ്പൊ ഇബ്ലീസ് ആലോചിച്ചിട്ട് മറ്റൊരു തീരുമാനമെടുത്തു. എന്താണ് ആ തീരുമാനമെന്ന് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ എല്ലാം കുതിരത്തുടയും മുന്നിൽ ആരോടിടണേ, എല്ലാം കുതിരത്തുടയും മുന്നിൽ ആരോടിടണേ. ബദനാകിൽ താഴ്ന്നല്ലോ ബദനത്തിൻ വ്യഥയല്ലോ, ബദനത്തിൻ കഥ നിങ്ങൾ പറഞ്ഞിടണേ. എല്ലാം കുതിരത്തുടയും മുന്നിൽ ആരോടിടണേ, എല്ലാം കുതിരത്തുടയും മുന്നിൽ ആരോടിടണേ. ഇബ്ലീസ് പിന്നെ ചെയ്തത്, ഞാൻ ഷോർട്ടാക്കി പോവുകയാണ്, നിങ്ങളോട് മടുപ്പ് വരാതിരിക്കാൻ. ഇബ്ലീസ് പിന്നെ ചെയ്തെന്താണെന്നറിയോ? ചിലർ പറയാറുണ്ട്, ഒരു കുടുംബത്തിന് പരീക്ഷ ഉണ്ടാകും, ഒരുപാട് മരണങ്ങൾ നടക്കുമ്പോൾ അള്ളാഹു എന്തോ വെറുത്തിട്ടുണ്ട് അവരെന്തോ കുറ്റം ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത് വിചാരിക്കുന്നത്. ഒരുപാട് പരീക്ഷണങ്ങൾ ദുനിയാവിൽ വെച്ച് നമുക്ക് അള്ളാഹ് തരുന്നത് നമ്മൾ ഇഷ്ടപ്പെട്ടുകൊണ്ടാണ്. ഒരുപാട് രോഗങ്ങൾ നൽകി നമ്മൾ മരിക്കുന്നത് ദുനിയാവിൽ വെച്ച് നമ്മുടെ പാപങ്ങളൊക്കെ പോകാൻ. അവരല്ല വെറുത്തോണ്ടല്ല, അള്ളാഹു ഇഷ്ടപ്പെടുന്നവർക്ക് അള്ളാഹുവിന്റെ പരീക്ഷണം തരിക. അങ്ങനെ സഹിക്കാനുള്ള കരുത്ത് അള്ളാഹു നൽകുമാറാവട്ടെ. ആമീൻ. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഒരിക്കൽ സുജൂദിൽ വീണപ്പോ ഇബ്ലീസ് ഒരു വിഷവുമായി ഒരു അണുവിന്റെ രൂപം ഉണ്ടാക്കിയിട്ട് നാശദ്വാരത്തിലൂടെ ഒരണുവിനെ ആ നാശദ്വാരത്തിലൂടെ കയറ്റിവിടുകയാണ്. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ഒരു വല്ലാത്ത വേദന അനുഭവപ്പെടാതെ വന്നു. ശരീരാസകർ ഒരു ചൊറിച്ചിൽ അനുഭവപ്പെടാതെ വന്നു. പിന്നെ ഒരു വല്ലാത്ത വേദനയും ചൊറിച്ചിലൊക്കെ അനുഭവപ്പെട്ട് ശരീരമാസകയും തളരാൻ തുടങ്ങി.
ശരീരമാസകലം പഴുക്കാൻ തുടങ്ങി. എഴുന്നേൽക്കാൻ പറ്റാത്ത ഒരവസ്ഥ വന്നപ്പോ പ്രിയപ്പെട്ട ഭാര്യ ചോദിച്ചു, അല്ല ഇതെന്തായി കാണുക? എന്ത് പറ്റി നിങ്ങൾക്ക്? വദനത്തിൻ വ്യതയല്ലോ കഥനത്തിൻ കഥ നിങ്ങൾ പറഞ്ഞിടണേ. എല്ലാം കുതിരത്തുടയും മുന്നിൽ അരുളിടണേ. എല്ലാം കുതിരത്തുടയും മുന്നിൽ അരുളിടണേ. വല്ലാത്ത രോഗങ്ങളോട് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വീർപ്പ് മുട്ടാൻ തുടങ്ങിയപ്പോൾ ഒന്ന് എഴുന്നേൽക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വന്നപ്പോൾ, തൗറാത്ത് പാരായണം ചെയ്യാൻ കഴിയാത്ത അവസ്ഥ വന്നപ്പോ, ഇബാദത്തിന് വിഘ്നമായി രോഗം മാറിയപ്പോ റഹ്മത്ത് ബീവി ചോദിച്ചു, പ്രാണനാഥ, ഈ രോഗമൊന്നും ഇല്ലാതാക്കാൻ അങ്ങയുടെ ഇബാദത്തിന് തടസ്സം നിൽക്കുന്ന ഈ അവസ്ഥ മാറാൻ അള്ളാഹിനോട് ദുആ ചെയ്തൂടെ എന്ന് അയ്യൂബ് നബി ചോദിച്ചു. റഹ്മത്ത്, നീ എന്നെ വെറുക്കുണ്ടോ? നിനക്ക് എന്നെ ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടോ? ഇല്ല പ്രാണനാഥ. പിന്നെ എന്താ ഇങ്ങനെ പറയണത്? ഈ രോഗമൊന്ന് മാറിയാൽ ഒരുപാട് ഇബാദത്തൊക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ഇല്ല റഹ്മത്ത്, അള്ളാഹു തന്ന പരീക്ഷണം സഹിക്കാൻ തന്നെ ഞാൻ തീരുമാനിച്ചു. അതുകൊണ്ട് നിനക്ക് എന്നെ വേണമെങ്കിൽ വിട്ടുപോകാന്ന് പറഞ്ഞപ്പോ കരഞ്ഞോണ്ട് റഹ്മത്തിന് പറഞ്ഞു, പ്രാണനാഥ ഞാനൊന്നും പറഞ്ഞിട്ടില്ല, ഞാൻ അങ്ങനെ വെറുതെ പറഞ്ഞതാണ് എന്ന് പറയുന്നു. ദിവസങ്ങൾ കഴിയുന്നതിനനുസരിച്ച് രോഗം മൂർച്ഛിച്ച് വരാൻ തുടങ്ങി. ഒരു സൂചി പഴുത് കിട്ടാൻ കാത്തു നിൽക്കുന്ന ഇബ്ലീസ് അങ്ങാടിയിലെ വലിയ മലമുകളിൽ കയറി നാട്ടുകാരെ വിളിച്ചു, നാട്ടുകാരെ, പല ജോലിയിൽ ഏർപ്പെട്ട നാട്ടുകാര് ആ മലമുകളിൽ ഒരു ചങ്ങായി വിളിക്കുന്ന പോലെ കോലെങ്ങനെയാണെന്ന് ഏകദേശം എന്റെ പോലെ നിങ്ങളെ കുപ്പായിട്ടുണ്ട്. നിങ്ങളുണ്ടല്ലോ ചില തസ്ബീഹ് സുബ്ഹാനല്ലാഹ് എന്നല്ല അവർ ചൊല്ലുന്ന സുയിപ്പാക്കഥ, അങ്ങനത്തെ ചില ആളുകൾ. ഇവൻ തസ്ബീഹ് ചുറ്റിയിട്ട് ഇങ്ങനെ പറയാ, നാട്ടുകാരെ, അപ്പൊ ആരെ പറഞ്ഞത് ഏതോ നല്ല ഒരു മനുഷ്യനാ വിളിക്കുന്നേ. എന്താ? എടാ എനിക്കൊരു കാര്യം പറയാനുണ്ട്. നാട്ടുകാരെ മൊത്തം വിളിച്ചു. കുറെ ആൾ ഓടിച്ചെന്ന്. ആള് വന്ന പോലെ ഓൻ ഭയങ്കര ഘോര ശബ്ദത്തിൽ, സാധാരണ ആരായത് സാധനം എന്നറിയോ? ഇബ്ലീസ്. ഉള്ള ശബ്ദത്തിൽ വീണ്ടും വിളിച്ചു. നാട്ടുകാരെ മൊത്തം വിളിച്ചിട്ട് മലമുകളിലേക്ക് കയറ്റി. എന്നിട്ട് നാട്ടുകാരോട് വിളിച്ചു പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, നിങ്ങൾ അറിയോ നിറഞ്ഞ അഖിലുകരനെ തള്ളിപ്പറഞ്ഞിടുന്നേ. നിങ്ങളതും ഇത് പറഞ്ഞിടലേ, നബിയോട് ചോദിച്ചിടലേ. നിങ്ങളതും ഇത് പറഞ്ഞിടലേ, നബിയോട് ചോദിച്ചിടലേ. നാട്ടിൽ പുറപ്പെടുന്നേ, അപവാദമേറിടുന്നേ. നാട്ടിൽ പുറപ്പെടുന്നേ, അപവാദമേറിടുന്നേ. നാട്ടിലങ്ങോട്ട് ഇറങ്ങിയിട്ട് നാട്ടുകാരെ മുഴുവനും വിളിച്ചുകൊണ്ടവന് പറയാൻ തുടങ്ങി, നിങ്ങളറിയോ വിവരം? ഇവിടെ ഒരു അയ്യൂബ് എന്ന് പറയുന്ന പ്രവാചകനില്ലേ? ഉണ്ട്. ആ അള്ളാന്റെ പ്രവാചകർ. ഇവിടെ അള്ളാന്റെ പ്രവാചകനൊന്നും അല്ല അയ്യൂബ്. പിന്നെ ആരാ? കള്ളപ്രവാചകനാ. അതെങ്ങനെ മനസ്സിലായി? എടാ, പ്രവാചകന്മാർക്ക് പകർച്ചവ്യാധി രോഗം ഉണ്ടാവോ? ആരാ പറഞ്ഞ അയ്യൂബിന് പകർച്ചവ്യാധി രോഗാണെന്ന്? എടാ, നിങ്ങൾ ഇപ്പോഴെങ്ങാനും അയ്യൂബിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. എന്നാ നിങ്ങളൊന്ന് വീട്ടിലേക്ക് ചെന്ന് നോക്ക്. ഇത് കേൾക്കേണ്ട താമസം ധിക്കാരികളായ ആളുകളൊക്കെ ഇബ്ലീസ് മുൻപിലോടാൻ തുടങ്ങി. പിന്നില് നാട്ടുകാർ ഓടിച്ചെന്നപ്പോ അവര് കണ്ട കാഴ്ച, റഹ്മത്ത് ബീവി പുറത്തിട്ട് ആയാലും വന്ന് സാധനമൊക്കെ ഇങ്ങനെ വസ്ത്രങ്ങൾ എടുക്കുന്ന സന്ദർഭത്തിലെ കുറെ ആളുകൾ ഓടി വരുന്ന രംഗം കാണുന്നു. റഹ്മത്ത് ഓടിച്ചു തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കടുത്ത റൂമിന്റെ ഒരു ഭാഗത്ത് നിന്ന് ഇങ്ങനെ എത്തി നോക്കി. അപ്പോഴാ കുറെ ആളുകൾ ഇബ്ലീസാക്കിന് മുമ്പിലുണ്ട്.
അയ്യൂബ് നബിയില്ലേ ഇവിടെ ഉണ്ടല്ലോ, അദ്ദേഹം സുഖമില്ലാതെ ഇവിടെ ഇങ്ങനെ വിശ്രമിക്കുകയാ. അതെ, എന്താ സുഖം? ഒരു തരത്തിലുള്ള ചർമ്മരോഗമാണ്. ഒന്ന് കാണണമല്ലോ നമുക്ക്. എല്ലാവരും അങ്ങോട്ട് പോകാൻ തുടങ്ങി പറഞ്ഞു വേണ്ട, എന്റെ ഭർത്താവിന് ബുദ്ധിമുട്ടാകും, നിങ്ങൾ എല്ലാവരും ഒന്നിച്ചിട്ട് വരണ്ട, ഞങ്ങൾക്കാണ് നമുക്ക് കാണണം അയ്യൂബ് നബിയെ. സവിധത്തിൽ നീങ്ങിട ഒരു നിരുന്നേ, ബീവിയും അവരോട് കയർത്തിടുന്നേ, സവിധത്തിൽ നീങ്ങിടാൻ ഉരത്തിടുന്നേ. തണിയേ മണിയേ വാനി തണലായി അഖിലം കൂടെ, തണിയേ മണിയേ വാനി തുണയായി അഖിലം കൂടെ. സുന്ദരനാമൊരു കോമളമാരെ നൽകിയാം ഞങ്ങൾ ചാർന്നുകരാ മുന്തിയ തേന്നുകരാ, മുന്തിരി ചാർന്നുകരാ മുന്തിയ തേന്നുകരാ. നാട്ടിൽ പുറപ്പെടുന്നേ അപവാദമേറിടുന്നേ, നാട്ടിൽ പുറപ്പെടുന്നേ അപവാദമേറിടുന്നേ. നാട്ടിലെ ജനങ്ങളെ മുഴുവനും ഒരുമിച്ച് കൂട്ടിയിട്ട് അങ്ങോട്ട് കടന്നു ചെന്നിട്ട് തിരിച്ചു വന്നുകൊണ്ട് പറഞ്ഞു, റഹ്മത്തേ, നിന്റെ ഭർത്താവിന് കുഷ്ഠരോഗം. ഈ നാട്ടിലുള്ളവർക്ക് ആ രോഗം പകരും. അതുകൊണ്ട് നിന്നോടൊരു കാര്യം പറയാനുണ്ട് റഹ്മത്തേ, ഈ പ്രവാചകരുടെ ഉറ്റവരും കൂടെയവരും ഒക്കെ ഒഴിവാക്കി ബന്ധുമിത്രാദികളൊക്കെ വരാണ്ടായി. ഇപ്പൊ ഒരു ഭാര്യയാകുന്ന നിങ്ങൾ മാത്രമാണ് ഹിദ്മത്ത് ചെയ്യുന്നത്. അത് പറ്റില്ല. ഈ നാട്ടുകാർക്ക് രോഗം പകരും. അതുകൊണ്ട് ഈ അയ്യൂബിന്റെ മരണമാണ് അഭികാമ്യം. കള്ളപ്രവാചകരാണ്. അതുകൊണ്ട് നീ നിന്റെ വീട്ടിലേക്ക് പോയിക്കോ, അല്ലെങ്കിൽ സുന്ദരന്മാരായ ചെറുപ്പക്കാരൻ നിന്നെ കല്യാണം കഴിക്കാൻ തയ്യാറാണ്, നീ സുന്ദരിയാണ്, നീ സുമുഖിയാണ് എന്നൊക്കെ അങ്ങോട്ട് ഇബ്ലീസ് പറഞ്ഞു കൊടുത്തപ്പോ പൂത്ത പൊട്ടിയാട്ടുന്നത് പോലെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കുറിച്ച് എന്തെങ്കിലും ഒന്ന് പറഞ്ഞ. ആര് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് കുഷ്ഠരോഗമാണ്, പകർച്ചവ്യാധി രോഗമാണെന്ന്? മാസങ്ങളോളമായി എന്റെ ഭർത്താവിന് ഞാൻ ഹിദ്മത്ത് ചെയ്യുന്നു. എന്നിട്ട് എനിക്ക് രോഗം പകർന്നോ? ഇല്ലല്ലോ. നിങ്ങളോട് ആര് പറഞ്ഞു എന്റെ വീട്ടിൽ കടന്നു വരാൻ? ഇബ്ലീസ് പറഞ്ഞു, നീ നശിക്കേണ്ടവൾ തന്നെയാണ്. നാട്ടുകാരെ മുഴുവനും പല സ്വകാര്യങ്ങളും പറഞ്ഞുകൊണ്ട് വീണ്ടും നാട്ടുകാര് റഹ്മത്ത് ബീവിയുടെയും അയ്യൂബ് നബിയുടെയും മുന്നിൽ വന്നുകൊണ്ട് പറഞ്ഞു, എടി പെണ്ണേ, നിനക്ക് വലുതായിരിക്കും നിന്റെ ഭർത്താവ്, പക്ഷെ ഈ നാട്ടുകാർക്ക് സഹിക്കാൻ കഴിയില്ല. ഈ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് രോഗം പകരും, അവർക്ക് പകർന്ന വീട്ടിൽ രോഗം പകരും. അതുകൊണ്ട് ഇനി ഒന്നുകിൽ നീ നമുക്ക് ഈ മനുഷ്യനെ വധിക്കാൻ വിട്ടുതരിക. ഇതാ ഊരി പിടിച്ച പടവാളുമായി ഞങ്ങൾ വന്നത്. ഒരുപാട് പ്രവാചകന്മാരെ ബാധിച്ച്, കള്ളപ്രവാചകന്മാരെ ബാധിച്ച് പാരമ്പര്യമുള്ളവരാ ഞങ്ങള്. എന്റെ ഭർത്താവിനെ തൊട്ടുപകർന്നുണ്ട്, എന്റെ ഭർത്താവ് യഥാർത്ഥ പ്രവാചകനാ എന്ന് പറഞ്ഞ് ധൈര്യത്തോടെ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ സ്നേഹിച്ച എന്റെ പ്രിയപ്പെട്ടവരെ, റഹ്മത്ത് എന്ന പെണ്ണ്, രാജകൊട്ടാരത്തിൽ വളർന്ന പെണ്ണ്, സുഖത്തിന്റെ സുശുദ്ധിയിൽ വളർന്ന പെണ്ണ്, എല്ലാവിധ അനുഗ്രഹവും അള്ളാഹു നൽകിയ പെണ്ണ്, ഒരു ചെറിയ അനുഗ്രഹം ഉണ്ടാകുമ്പോഴേക്കും അള്ളാഹുവിനെ മറന്ന് ജീവിക്കുന്നവരെ അത് നമുക്ക് പാടല്ലേ. അനുഗ്രഹിച്ച പെണ്ണ്, ആ പെണ്ണ് പറഞ്ഞു, എന്റെ ഭർത്താവിന് എന്തുവേണ്ടി സഹിക്കാൻ തയ്യാറാ, എന്റെ ഭർത്താവ് യഥാർത്ഥ പ്രവാചകരാ, ഞാൻ എത്ര കാലമായി എന്റെ പ്രിയപ്പെട്ട ഭർത്താവിന് ഹിദ്മത്ത് ചെയ്യുന്നു എന്ന് പറഞ്ഞപ്പോ അവസാനം പറഞ്ഞു, നീയും നശിക്കേണ്ടവൾ തന്നെയാ. അതുകൊണ്ട് ലാസ്റ്റായി നിന്നോടൊരു കാര്യം പറയാം, ഈ നാട്ടിൽ നിൽക്കാൻ പാടില്ല. ഒന്നുകിൽ വധിക്കാൻ വിട്ടുതരിക, അല്ലെങ്കിൽ നാട്ടിൽ നിൽക്കാൻ പാടില്ല. എന്താ തീരുമാനിക്കുന്നത്? കരഞ്ഞോട്ട് പറഞ്ഞു, നാട്ടുകാരെ, നിങ്ങൾക്ക് ഞങ്ങൾ ഇവിടുന്ന് പോയാ പോരെ, ഈ നാട്ടിൽ രോഗം പകരുന്നതല്ലേ നിങ്ങൾക്ക് ഇഷ്ടം? അതെ, ഞാൻ എന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെയും കൂട്ടി എവിടെക്കെങ്കിലും പോയാ പോരെ. മതി ഞങ്ങൾക്ക്, ഞാൻ എന്റെ ഭർത്താവിനെയും കൂട്ടി എവിടെക്കെങ്കിലും പോകും. അള്ളാഹുവിന്റെ അനന്തവിശാലമാണല്ലോ ഈ ഭൂമി. എന്നാൽ പെണ്ണ് നേരെ
നേരം വെളുത്താൽ ഞങ്ങൾ വീണ്ടും തിരിച്ചു വരും. നിന്നെയും നിന്റെ ഭർത്താവിനെയും ഞങ്ങൾ കണ്ടാൽ ഈ പടവാളിന്റെ ഉറ നിങ്ങൾ രണ്ടുപേരുടെയും ശിരസായിരിക്കും എന്നോർമ്മപ്പെടുത്തി പേടിപ്പിച്ചുകൊണ്ട് അവർ തിരിച്ചു പോയപ്പോ അയ്യൂബ് നബി ചോദിച്ചു, റഹ്മത്തെ ആരാ വന്ന്, എന്തിനാ വന്ന്? പ്രാണനാഥ ഒന്നുമില്ല, അത് വേറെ കാര്യമാണ്. റഹ്മത്തെ നീ എന്തോ എന്നെ മറച്ചു വെക്കുന്നുണ്ടല്ലോ. ഇല്ല പ്രാണനാഥ, രോഗമായി കിടക്കുന്ന എന്റെ ഭർത്താവിനെ വേദനിപ്പിക്കുന്ന ഒരു വാക്ക് പോലും പറഞ്ഞ എന്റെ ഭർത്താവിന്റെ രോഗം മൂർച്ഛിച്ചു പോകുമെന്ന് ബോധ്യപ്പെട്ട റഹ്മത്ത് ബീബി തന്റെ വേദന മനസ്സിലൊതുക്കി ഹൃദയത്തിലൊതുക്കി പറഞ്ഞു, പ്രാണനാഥ നേരം വെളുക്കുന്നതിന് മുമ്പ് നമുക്ക് എവിടേക്കെങ്കിലും പോകാം. എന്താ റഹ്മത്തെ? പച്ചപ്പെട്ട് വിരിച്ച വഴിയിലൂടെയല്ല പോകേണ്ടത്. അള്ളാഹുവിന്റെ പരീക്ഷകൾ ഒരുപാട് സഹിക്കേണ്ടി വരും. നീ തയ്യാറാണോ റഹ്മത്തെ? പ്രാണനാഥ, അങ്ങന്റെ കണ്ണാണ്, അങ്ങന്റെ കൽപ്പാണ്, അങ്ങന്റെ കരള, അങ്ങയ്ക്ക് വേണ്ടി എന്ത് സഹിക്കാൻ ഈ റഹ്മത്ത് തയ്യാറാ എന്ന് പറഞ്ഞപ്പോ, എന്നാൽ നിന്റെ ഇഷ്ടം പോലെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് ഏകദേശം 1 മണി 2 മണിയായി. നേരം വെളുത്താൽ ശത്രുക്കൾ പടവാളുമായി ഇവിടെ വന്നാൽ എന്നെയും ഭർത്താവിനെയും അവർ കൊല്ലുമെന്ന് മനസ്സിലാക്കിയ റഹ്മത്ത് ബീവി പാണ്ഡത്തിൽ അല്പം ഭക്ഷണവും വെള്ളവും വസ്ത്രവും ഒക്കെ സ്വരൂപിച്ച് ഒരു ഭാഗത്ത് വെച്ച് ജീവച്ഛവമായി കിടക്കുന്ന, രോഗിയായി കിടക്കുന്ന, എഴുന്നേൽക്കാൻ പോലും വയ്യാത്ത എന്റെ പ്രിയപ്പെട്ട ഭർത്താവാകുന്ന അയ്യൂബ് നബിയെ മറ്റൊരു ചുമലിൽ വെച്ച് സുന്ദരിയും സുമുഖിയുമായ പെണ്ണും നാട്ടുകാരുടെ വാക്ക് കേട്ട് പ്രീതി തേടിയിരുന്നേ സൗചിനെടുക്കുന്നേ കൂട്ടുകാരെ പോലുമില്ല നോക്കുകാരയുന്നേ നാട്ടുകാരുടെ വാക്ക് കേട്ട് നബിയുമീറങ്ങുന്നേ നാഥനം റഹ്മാനിലായി പ്രീതി തേടിടുന്നേ കൂട്ടിനോ തുണയാരുമില്ല സൗചിനെ എടുക്കുന്നേ കൂട്ടുകാരൻ പോലുമില്ല നോക്കുകാരയുന്നേ. ആരോരും ഒരു നല്ല വാക്ക് പോലും പറയാൻ പോലും ആരുമില്ലാത്ത ആ സന്ദർഭത്തിൽ നിശയുടെ നിശബ്ദതയിൽ തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ താങ്ങിയെടുക്കുമ്പോ വീണ്ടും അയ്യൂബ് നബി പറഞ്ഞു, മോളെ റഹ്മത്തെ, പച്ചപ്പെട്ട് വിരിച്ച വഴിയല്ല അള്ളാന്റെ പരീക്ഷണം സഹിക്കാൻ നീ തയ്യാറാണോ റഹ്മത്തെ എന്ന് ചോദിച്ചപ്പോ, അങ്ങന്റെ കണ്ണല്ലേ, അങ്ങന്റെ കൽബല്ലേ, അങ്ങന്റെ കരളല്ലേ, എന്റെ കണ്ണിന്റെ കൽബിന്റെ കരളിന്റെ ഭാരം എനിക്ക് സഹിക്കാൻ കഴിയുന്നുണ്ടല്ലോ പ്രവാചകരെ, അതുകൊണ്ട് അങ്ങ് പേടിക്കണ്ട എന്ന് പറഞ്ഞ് ദുർഘടങ്ങൾ നിറഞ്ഞ വഴികളും ചുട്ടുപൊള്ളുന്ന മണത്തലിനെയും പകച്ചു മാറ്റി ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെയും താങ്ങിയെടുത്ത് റഹ്മത്ത് ബീവിയെ വിശാലമായ അള്ളാഹുവിന്റെ ഭൂമിയിൽ ആനന്ദ പോകുമ്പോ ഒരു കുരുക്ഷേത്രത്തിൽ കേൾക്കാത്ത ചരിത്രം നാട്ടുകാരുടെ വാക്കു കേട്ട് റഹ്മാനിലായി പ്രീതി തേടിയിടുന്നേ കൂട്ടിനോ തുണയാരുമില്ല സൗജിനെ എടുക്കുന്നേ കൂട്ടുകാരെ പോലുമില്ല നോട്ടുകാരയുന്നേ. റഹ്മത്ത് ബീവി തന്റെ ഭർത്താവിനെ ഇവിടെ അനന്തവിശാലമായ ഭൂമിയിലൂടെ ചുട്ടുപൊള്ളുന്ന മണൽത്തരികളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോവുകയാണ്. എന്തൊരു സ്നേഹമല്ലേ, എന്തൊരു സ്നേഹമാണ്, എന്തൊരു ഇഷ്ടമാണ്. ആധുനിക ലോകത്ത് നിസ്സാരമായ പ്രശ്നങ്ങൾക്ക് വേണ്ടി വാപ്പയും ഉമ്മയും വേർപിരിയുന്ന ഈ ഒരു കാലഘട്ടത്തിൽ ചിന്തിക്കാൻ വകയില്ല അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ പരസ്പരം അങ്ങനെ ഇഷ്ടപ്പെടണം. ഒരിക്കലൊരു പള്ളിയിലെ ഉസ്താദ് ഭയങ്കര വയത് പറയാണ്, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുള്ളവർ ഒന്ന് നിൽക്കണം. നിങ്ങളോട് ഞാൻ നിൽക്കാൻ പറയുന്നില്ല, ഉസ്താദ് പറഞ്ഞതാണ്. കുറെ ആളുകൾ നിന്ന് അപ്പോ ഒരു ചങ്ങായി ബേക്കോട്ട് നോക്കിയിട്ട് അവിടെ തന്നെ
ഉസ്താദ് ചോദിച്ചു നിങ്ങൾക്ക് സ്വർഗത്തിൽ പോണ്ടേ? ഓര് പറഞ്ഞു ഉസ്താദേ എൻ്റെ ഓള് ബാക്കിൽ നിന്നിട്ടുണ്ട്, ഓള് പോകുന്ന സ്വർഗത്തിൽ ഞാൻ പോകുന്നില്ല ഉസ്താദെ, അതുകൊണ്ട് ഞാൻ നരകത്തിൽ പോയിക്കോളൂ. തിരിഞ്ഞു നോക്കുമ്പോൾ ഭാര്യ നിന്നിട്ടുണ്ട്, അതാ നമ്മളെ സ്നേഹം. അപ്പൊ ഭാര്യയും ഭർത്താവും ഒക്കെ ഒന്നിച്ച് സ്വർഗത്തിൽ പോകണം, അങ്ങനെ തന്നെ ആഗ്രഹിക്കണം. ഇതുപോലെ വേറൊരു സംഭവമുണ്ട്. വേറൊരു പെണ്ണുങ്ങൾ കൊടുത്തു പള്ളിയിൽ വയലടക്കുമ്പോൾ 250 രൂപ എന്നാ കൊടുത്തതറിയോ? ഭർത്താവിന്റെ കൂടെ സ്വർഗത്തിൽ കിടക്കാൻ 250 രൂപ ദുആ ചെയ്യാൻ വേണ്ടി. നേരം പോയിട്ടില്ല, ഇല്ല ഞാൻ പറഞ്ഞു. ഉള്ള സഹോദരന്മാരൊക്കെ ഈമാനുള്ള മനുഷ്യന്മാരോട് ഇരിക്കുന്നത് ബഹുമാനപ്പെട്ട ബക്കറ്റ്, നല്ല ബക്കറ്റല്ല. ഒരു സ്ഥലത്ത് ബക്കറ്റ് ഉണ്ടായാലും സ്ഥാപിക്കുന്ന നോക്ക് വിളിച്ചു, ആ ബക്കറ്റ് ഉണ്ടാക്കും ബാത്റൂമിൽ നേരത്തെ കൊടുത്തിട്ടുണ്ട് കിട്ടായിട്ട്. നല്ല ബക്കറ്റ്, അൽഹംദുലില്ലാ വർക്കത്തുള്ള ബക്കറ്റാണ്. അപ്പോൾ പെണ്ണുങ്ങന്മാരെ നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ചിലപ്പോൾ ഈ മടിയിലുള്ള കുട്ടീനെ നീലിട്ടേക്കല്ല, ഇങ്ങനെ പോറ്റിക്കൊന്നു. ഇവർക്ക് സംഘാടകർ പോറ്റാൻ സമയമില്ല അല്ലേ, ഇതന്നെ നോക്കില്ല വലിയ പണിയുണ്ട്. അതുകൊണ്ട് വലിയ നിങ്ങളെന്താ ഇടുക, ചിലപ്പോൾ പൈസ ഒന്നും കൊണ്ടുവന്നിട്ടുണ്ടാവില്ല. റസൂലുള്ളാഹിന്റെ പേരുള്ള പരിപാടി വലിയ ചിലവുള്ള പരിപാടിയാണ്. വെറുതെയും പറഞ്ഞു പരമാവധി നമ്മൾ കഴിയുന്ന പരമാവധി ഉഷാറാക്കിയിട്ടുണ്ട്. അങ്ങേയറ്റം ചിലവൊന്നും നോക്കിയിട്ടില്ല. പ്രതീക്ഷ നിങ്ങളിലാണ്. ഇതിനു വേണ്ടി പ്രവർത്തിച്ചാൽ ഇവിടെ ഒരുമിച്ച് കൂടി എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകണം. പിന്നമല്ല ആണാലും പിന്നെയാ ഇവിടെ നിങ്ങൾ ഇരിക്കുന്ന തന്നെ നമ്മളെ ഗുണം കൊണ്ടോ മൈക്കിൻ്റെ ഗുണം കൊണ്ടോ പരിപാടിയുടെ ഗുണം കൊണ്ടോ അല്ല. ഈ നാട്ടിലെ പരിപാടി തീരുന്നത് വരെ ഇരിക്കാന്ന് വിചാരിച്ച് ദുആ കാമ്യം പറയാൻ വേണ്ടി ഇരിക്കുന്നതാണ് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. സഹോദരിമാരെ ഈമാനുണ്ടോ നോക്കാൻ വേണ്ടി ഒരു പരിപാടി ഉണ്ട്. എന്താണെന്നറിയോ? നിങ്ങളെ കയ്യിലൊന്നും ഉണ്ടാവില്ല, കൈ മേലോട്ട് കൊണ്ടുപോകും. എന്നിട്ട് സാധാരണ തിരിക്കും പോലെ തിരിക്കുന്നത് പറ്റൂല. ഈമാനുണ്ടോ നോക്കാൻ വേണ്ടി സ്വർണ്ണം നേരെ ഓപ്പോസിറ്റ് തിരിച്ചാൽ ലൂസാവും. ഓപ്പോസിറ്റ് തിരിക്കുക. നിങ്ങൾ ഈമാനുള്ള പെണ്ണുങ്ങളുണ്ടോ, റഹ്മത്ത് ബീവിന്റെ ഈമാനുണ്ടോ നോക്കാനൊരു പരിപാടിയാണ്. അങ്ങനെ ഓപ്പോസിറ്റ് തിരിച്ചാൽ ഒരു സാധനം ലൂസാകും. അതെടുത്തിട്ട് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം നമ്മളെ പഴയ ഉമ്മമാര് അങ്ങനെ അഴിച്ചു കൊടുത്തതാ ഇന്ന് കാണുന്ന പള്ളിയും മദ്രസയും കേരളക്കരയില്. നമ്മളിങ്ങനെ ഒന്ന് സഞ്ചരിച്ചാൽ ഒരുപാട് പള്ളിയും മദ്രസയും കാണാം. പണ്ടത്തെ മഹാന്മാരായ ഉഖ്റവിയായ പണ്ഡിതന്മാര്, ഒന്നും ആഗ്രഹിക്കാത്ത മഹാന്മാരായ ഉസ്താദിനെ പോലെയുള്ള പണ്ഡിതന്മാര്, ശംസുൽ ഉലമയെ പോലെയുള്ള മഹാരഥന്മാരായ പണ്ഡിതന്മാർ, പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാരെ പോലെയുള്ള പണ്ഡിതന്മാര്, എന്റെ പ്രിയപ്പെട്ടവരെ വരക്കൽ മുല്ലത്ത് പോയ തങ്ങളെ പോലെയുള്ള തങ്ങന്മാര്, ഇവരൊക്കെ പരിശുദ്ധമായി ദീനിന് വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരുപാട് മഹാരഥന്മാരായ ഒരുപാട് തങ്ങന്മാര് സയ്യിദന്മാരൊക്കെ മറവിട്ട് കിടക്കുന്ന മഹിത സുന്ദരമായ പ്രദേശമാണ്. ഈമാൻ നിറഞ്ഞു നിൽക്കുന്ന പ്രദേശമാണ്. അവരുടെ ആത്മാവ് നമ്മൾ തലോടുന്നുണ്ട്. റബ്ബേ നീ സ്വീകരിക്കണേ അല്ലാ. അതുകൊണ്ട് കഴിയുന്ന സംഭാവനകളൊക്കെ ഇട്ടുകൊടുക്കണം. സാധിക്കേ വലിയ പൈസ കൊടുക്കണേ. ഓൻ്റെ അടുത്ത് നിന്ന് അത്രയും വരുള്ളൂ. നല്ല ഇതാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അപ്പോൾ നമ്മളിവിടുന്ന് തുടങ്ങുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറുള്ള പൈസ ഒക്കെ ഇട്ട് കൊടുക്കും. ഈ നാല് അറിയാൻ പറ്റിയ 1 റുപ്യല്ല, മുട്ട റുപ്യ അതൊന്നും അറിയില്ല. ബക്കറ്റ് കുറച്ച് ബലം കുറവാണ്, ലൂസാണ്, അത് പൊട്ടിപ്പോകുന്നുണ്ട്. നല്ല കീശയിൽ ഇബിലീസിൻ്റെ കഥയാണ് പറഞ്ഞു. ഇബിലീസിൻ്റെ 10 റുപ്യ മേലോട്ടാക്കും. എണ്ണാൻ നോക്കുമ്പോൾ 10 റുപ്യയും കൊണ്ട് വന്നിട്ടാണ്ടല്ല സംഘാടക. 10 റുപ്യ ഏടുന്ന് വന്ന 10 റുപ്യ നിങ്ങൾ ഇട്ട് കൊടുത്തല്ലാണ്ട് അതുകൊണ്ട് 100 റുപ്യ 500 റുപ്യ ഇട്. അല്ലാഹു റഹ്മത്തും ബർക്കത്തൊക്കെ തരും. ഈമാൻ കൊടുക്ക്, പടച്ചോ തരും. എത്ര വേദന കേട്ടിട്ട് എന്താ വേണ്ടത്, എത്ര പ്രസംഗിച്ചിട്ട് എന്താ വേണ്ടല്ലേ. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഹബീബിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നമ്മയൊക്കെ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോ ഭാര്യ ഭർത്താക്കന്മാരെ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. അപ്പം റഹ്മത്ത് ബീവി നടന്നു നീങ്ങുകയാണ്. ഒരുപാട് പരീക്ഷണം, അള്ളാഹുവിന്റെ പരീക്ഷണം ആളിക്കത്തുകയാണ്. ഒരുപാട് നടന്നു നീങ്ങി ആരാന്റെ വീട്ടിൽ പോയിട്ട് ജോലി ചെയ്തിട്ട് കൂലിയായി ഭക്ഷണം വാങ്ങി ഭർത്താവിന് കൊടുത്ത് പകൽ മുഴുവനും നോമ്പ്, രാത്രി മുഴുവനും നിസ്കാരം, ഇബാദത്ത്, അങ്ങനെ പോകാണ്. ഒരു ദിവസം ജോലിയൊന്നും കിട്ടിയില്ല. ജോലിയൊന്നും കിട്ടാതെ വന്നപ്പോ ഒരു കൊട്ടാര സദൃശമായ വീടിന്റെ മുന്നിൽ മഹദി റഹ്മത്ത് ബീവി ചെന്നവിടെ നിന്നു. റബ്ബേ, ഇന്നുകൂടി എനിക്ക് ജോലി കിട്ടിയിട്ടില്ലെങ്കിൽ എന്റെ ഭർത്താവ് പട്ടിണി കിടന്ന് മരിച്ചു പോകുമല്ലോ അല്ലാ എന്നിങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ആ കൊട്ടാര സദൃശമായ വീട്ടിൽ നിന്ന് ഒരു പെണ്ണുങ്ങളിങ്ങനെ ഹോതുമല പോലത്തെ ഒരു പെണ്ണുങ്ങളിങ്ങനെ ഇറങ്ങി വന്നു.
റഹ്മത്തിന് പറഞ്ഞു, ഞാനാ. എന്താ വന്ന്? ഞാൻ എന്തെങ്കിലും ഒരു ജോലി ചെയ്തു തരാം. കൂലിയാവില്ല, അല്പം ഭക്ഷണം തന്നാ മതി. ഭക്ഷണമോ? എന്ത് ജോലിയാണ് ചെയ്യാ? അല്ല, എന്ത് ജോലിയാണ് ചെയ്യുക? റഹ്മത്ത് ബീവി ആ വീട്ടുകാരിയോട് പറഞ്ഞു, ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി, മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യം രാജാതി പെണ്ണാളെ, വാഴത്തുതിച്ചതോ മണ്ണിൽ മുളച്ചതോ, ഏതാണി രാജാത്തി, ഏതാണി രാജാത്തി. ആ വീട്ടുകാരി, ആ തടിച്ചു കൊടുത്ത വീട്ടുകാരി ഇങ്ങനെ മുന്നോട്ട് വന്നിങ്ങനെ നോക്കുമ്പോ റഹ്മത്തിന് എന്തൊരു സുന്ദരിയായ പെൺകുട്ടിയാ, ജോലി വേണമെന്ന്. എടി പെണ്ണെ, എനിക്ക് ഭർത്താവില്ലേ? ഭർത്താവ് രോഗിയാണ്. അങ്ങ് അകലെയുള്ള മരച്ചുവട്ടിലേക്ക് അടുത്തിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. ഭർത്താവിന് ജോലി ചെയ്യാൻ കഴിയില്ല, രോഗിയാണ് എന്റെ ഭർത്താവ്. എന്ത് ജോലിയാ ചെയ്യുക? പാത്രം കഴുകും, മുറ്റം തൂത്തുവാരൊക്കെ ചെയ്തു തരാം. ഈ കൂലിയൊന്നും വേണ്ട, പിന്നെ എന്താ വേണ്ട? അപ്പൊ ഭക്ഷണം തന്നാ മതി. മതിയോ എന്ന് പറഞ്ഞ് ദുഃഖത്തോടെ തല താഴ്ത്തി നിന്നപ്പോൾ വീട്ടുകാരി പെണ്ണ് റഹ്മത്തിന്റെ കറുകറുത്ത മുടിയങ്ങ് കാണുകയാണ്. ഇന്നത്തെ നമ്മുടെ പെണ്ണുങ്ങൾക്ക് ഇല്ലാത്തൊരു സാധനമാണ് മുടി. സൗന്ദര്യത്തിന്റെ അടയാളമാണ് മുടി. ആ മുടി കണ്ടപ്പോ വീട്ടുകാരി പെണ്ണ് ചോദിച്ചു, നീ ജോലിയൊന്നും ചെയ്യണ്ട, എനിക്ക് ഭക്ഷണം തരാം. ഓ അൽഹംദുലില്ലാ, എന്നാൽ കൊണ്ട ഭക്ഷണം. എനിക്കൊരു കാര്യം നീ ചെയ്തു തരണം. എന്ത്? നിന്റെ മുടി ഒരൽപ്പം മുറിച്ചു തരണം, എന്നാൽ നിനക്ക് ഭക്ഷണം തരാം. യാ അല്ലാഹ്, എന്റെ ഭർത്താവിന്റെ സമ്മതമില്ലാതെ ഞാൻ എങ്ങനെ മുടി മുറിച്ചു കൊടുക്കും? ഞാൻ എന്ത് ചെയ്യണം? സുഖദുഃഖ സമ്മിശ്രമായ സമഞ്ജസമായ വിവിധ വിചാര വികാരങ്ങൾ റഹ്മത്ത് ബീവിയുടെ മനതലങ്ങളിൽ അലയടിച്ചു വരുന്നപ്പോ റഹ്മത്ത് ബീവി ഉറപ്പിച്ചു ഒരു കാര്യം, ഇന്നുകൂടി എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ എന്റെ ഭർത്താവ് മരിക്കും, ഉറപ്പാണ്. എന്റെ മുടിയല്ല എനിക്ക് വലുത്. അതുകൊണ്ട് മുടി മുറിച്ചു കൊടുത്തിട്ട് ഭക്ഷണം വാങ്ങി ഭർത്താവിനോട് കാര്യം പറയാമെന്ന് മനസ്സിലാക്കിയ റഹ്മത്ത് വീട്ടുകാരിയോട് പറഞ്ഞത്, അല്പം മുടി മുറിച്ചോ, എന്നിട്ട് എനിക്ക് ഭക്ഷണം തന്നാ മതി. വീട്ടുകാരി പെണ്ണ് കത്തി കൊണ്ടാകുന്ന മുടിയും കൊണ്ട് പിടിച്ച് മേലോട്ട് മുടി മുറിച്ചപ്പോ റഹ്മത്തിന് പറഞ്ഞല്ല, നിങ്ങൾ കുറെ മുറിച്ചെടുത്തല്ലോ. അല്ല പെണ്ണെ, കുറച്ചേ ഉള്ളൂ കേട്ടോ. കണ്ടാൽ കൊതി കൊണ്ട് തുടിക്കുന്ന ചേരി വിളങ്ങുന്ന കേശത്തിൻ്റെ കണ്ട്, കണ്ടാൽ കൊതി കൊണ്ട് കരള് തുടിക്കുന്ന ചേരി വിളങ്ങുന്ന കേശത്തിനൊരു കണ്ട്, ചൊല്ലുന്നേ തന്നീടുമോനെ നീന്ന് ഭക്ഷണം തന്നീടം ബദലായി ഞാനിന്ന് തന്നീടും പുന്നാരേ. മനസ്സിന്റെ ഉള്ളിൽ നിന്നൊളിയുന്ന മാണിക്യ രാജാതി പെണ്ണാളെ, ആനത്തുതിച്ചതും മണ്ണിൽ മുളച്ചതും, ഏതാണി രാജാതി, ഏതാണി ഭോജാതി. അവിടെ വെച്ച് കേശം മുറിച്ചു തന്നാൽ ഭക്ഷണം തരാമെന്ന് പറഞ്ഞപ്പോ അല്പം മുറിക്കാൻ പറഞ്ഞപ്പോ കുറച്ചൊക്കെ കൂടുതൽ അങ്ങോട്ട് മുറിച്ചെടുത്തു. എന്നിട്ട് പറഞ്ഞ് സ്വാരമില്ല എന്ന് പറഞ്ഞിട്ട് ഭക്ഷണം വാങ്ങി നിന്റെ വീട്ടിലേക്ക് ഓടുകയാണ്. ഭർത്താവിന് വിഷമം ഉണ്ടായോ എന്നറിയില്ല, ഓടുകയാണ്. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു സൂചിപ്പഴുത് കിട്ടാൻ കാത്തു നിൽക്കുന്ന ഇബ്ലീസ് എന്ത് ചെയ്തു എന്നറിയോ? അയ്യൂബ് നബിയോട് ഇല്ലാത്ത ഏഷണി പറഞ്ഞു കൊടുക്കുകയാണ് റഹ്മത്തിനെ കുറിച്ചു. സലാം ചൊല്ലിയിട്ട് പറഞ്ഞു, അയ്യൂബ് നബിയെ, നിങ്ങളെ ഭാര്യ വൈകിപ്പോയല്ലേ? അതെ, സാധാരണ വരുന്ന സമയമൊക്കെ കഴിഞ്ഞില്ല, എന്റെ ഭാര്യ എത്തിയില്ലല്ലോ. ഇന്ന് നിങ്ങളുടെ ഭാര്യ ചെയ്ത കൊടും ചതി അറിയോ നിങ്ങൾക്ക്? ഇല്ല. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാണ്, നിങ്ങളെ ഭാര്യക്ക് എവിടെ നിന്ന് ഒരു ജോലി കിട്ടിയില്ല. എന്നിട്ട് അങ്ങനെ ജോലി കിട്ടാതെ ദുഃഖത്തോടെ വരുമ്പോ ഒരു ചെറുപ്പക്കാരൻ ചോദിച്ചു, പിന്നെ നീ എന്തിനാ കരയണത്? എന്റെ ഭർത്താവ് രോഗിയാണ്, എന്റെ ഭർത്താവ് പട്ടിണിയില്ല, ജോലിയൊന്നും കിട്ടിയില്ല. നീ സുന്ദരിയാണ്, സുമുഖിയാണ്. അതുകൊണ്ട് നീ എന്റെ ആഗ്രഹം സഫലീകരിച്ചു തന്നാൽ
നിനക്ക് ഞാൻ ഭക്ഷണം തരാം, നല്ല ചൂടുള്ള റൊട്ടി നിനക്ക് വാങ്ങിത്തരാമെന്ന് പറഞ്ഞപ്പോ ആ മനുഷ്യന്റെ വാക്ക് കേട്ടുകൊണ്ട് അവിഹിത ബന്ധത്തിലേർപ്പെട്ട് ആ മനുഷ്യൻ കൊടുത്ത ഭക്ഷണവുമായി നിങ്ങളുടെ ഭാര്യ വരുന്നുണ്ട്. ഇത് കണ്ട നാട്ടുകാർ നിങ്ങളുടെ ഭാര്യയുടെ മുടി മുറിച്ചിട്ടുമുണ്ട് എന്ന ഒരു വിവരം ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇബ്ലീസ് അറിയിച്ചപ്പോ ഇബ്ലീസ് അവിടെ അപ്രത്യക്ഷമായി. കോപം കൊണ്ട് ആലിലെ പോലെ വിറച്ചു നിൽക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിന്റെ മുന്നിൽ റഹ്മത്ത് ബിബി ചെന്ന് സലാം പറഞ്ഞു. സലാം അടക്കണില്ല. വീണ്ടും പറഞ്ഞു സലാം അടക്കണില്ല. കരഞ്ഞോണ്ട് പറഞ്ഞു, പ്രാണനാഥ ഞാനിവിടെ എത്തി. റഹ്മത്തെ നീ എന്താ വൈകിയത്? കാര്യങ്ങൾ സവിസ്തരം തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് സത്യം പറഞ്ഞു കൊടുത്തു. ഇല്ല റഹ്മത്തെ, ഒരിക്കലുമല്ല റഹ്മത്തെ, നീ എന്നെ ചതിച്ചിരിക്കുന്നു. ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട്, എന്നെയും ഇറങ്ങി പുറപ്പെടുമെന്ന് എന്നോട് പറഞ്ഞൊരു വാക്കില്ലേ? ഈ വഴി പച്ചപ്പട്ട് വിരിച്ച വഴിയിലൂടെയല്ല, ഒരുപാട് പരീക്ഷകൾ ഏറ്റുവാങ്ങേണ്ടി വരും, മുള്ളുകൾ നിറഞ്ഞ വഴിയിലൂടെ പോകേണ്ടി വരും. റഹ്മത്തെ, നീ എല്ലാം ക്ഷമിക്കാനും സഹിക്കാനും തയ്യാറാണോ റഹ്മത്തെ എന്ന് ഞാൻ നിന്നോട് ചോദിച്ചിട്ടില്ലേ? നീയല്ലേ പറഞ്ഞത് എന്റെ കണ്ണാണ് കൽപ്പാടം ചതിച്ചില്ലേ റഹ്മത്തെ? ഭർത്താവാകുന്നത് എന്ന് നീ ചതിച്ചില്ല റഹ്മത്തെ. ഭർത്താവ് പറയുന്ന വാക്ക് മനസ്സിലാകാതെ റഹ്മത്തെ പൊട്ടിക്കരുത്. കാര്യങ്ങൾ ചോദിച്ചു പ്രാണനാഥ, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് എന്താ അങ്ങയെ ഞാൻ എങ്ങനെയാ ചതിച്ചത്? എങ്ങനെയാ ചതിച്ചത്? കാര്യങ്ങൾ സവിസ്തരം വിശദീകരിച്ചു കൊടുത്തപ്പോ നെഞ്ചത്തടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് റഹ്മത്ത് ബിബി കരയാൻ തുടങ്ങിയപ്പോ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രത്യക്ഷപ്പെട്ടുകൊണ്ട് അയ്യൂബ് നബിക്ക് സത്യത്തിന്റെ ആ നിജസ്ഥിതി പറഞ്ഞു കൊടുത്തപ്പോ അയ്യൂബ് നബി അടുത്ത് വിളിച്ച് തലോടിയിട്ട് സാന്ത്വനത്തിന്റെ ആ കൈകൾ കൊണ്ട് സാന്ത്വനത്തിന്റെ വാക്കുകൾ പറഞ്ഞു. എന്റെ പ്രിയപ്പെട്ട റഹ്മത്തെ, എന്റെ കൂടെ ഇബ്ലീസ് ഇപ്പോഴും ഉണ്ട്, അതുകൊണ്ട് നീ ക്ഷമിക്കണം റഹ്മത്തെ എന്ന് പറഞ്ഞിട്ട് റഹ്മത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയോട് വേണ്ട പരീക്ഷണങ്ങൾ കഴിഞ്ഞു. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ, ഒരുപാട് വീടുകളിലേക്ക് ചില നല്ല ആളുകൾ വിളിക്കുന്നുണ്ട്. ഒരു വീട്ടിലേക്ക് സ്വീകരിച്ച ഒരു ദിവസം അവിടെ താമസിച്ചിട്ടുണ്ട്. എന്നിട്ട് പിറ്റേന്ന് പുറപ്പെടാൻ നോക്കുമ്പോൾ അവർ പറഞ്ഞ് രോഗിയല്ലേ, ഭർത്താവ് ഇവിടെ നിന്നോ? വേണ്ട. ഒരുപാട് തള്ളി പുറത്താക്കിയവരും ചേർത്ത് പിടിച്ചവരും ഒക്കെ ചരിത്രത്തിലുണ്ട്, ഞാൻ വിശദീകരിക്കുന്നില്ല. അവസാന സമയം ഒരു ദിവസം അയ്യൂബ് നബി റഹ്മത്ത് ബിബി എവിടെയോ ജോലിക്ക് പോയ സന്ദർഭത്തിൽ അയ്യൂബ് നബി സദാ ദിക്ർ ചൊല്ലുന്നുണ്ട്. ദിക്ർ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ. ആ ദിക്ർ ചൊല്ലുന്ന അയ്യൂബ് നബിക്ക് ദിക്ർ ചൊല്ലാൻ കഴിയാത്ത ഒരവസ്ഥ വന്നു. നാവ് ചലിക്കാത്ത അവസ്ഥ വന്നപ്പോ ഉയർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിച്ചു. കണ്ണിൽ നിന്ന് നിർഗളിക്കുന്ന ചുടുപാർശ്വങ്ങളെ കൊണ്ട് വികൃതമായ മുഖവുമായി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു. അള്ളാഹുവേ, ഇതുവരെ ഒരുപാട് പരീക്ഷണങ്ങൾ ഞാൻ ഏറ്റുവാങ്ങിയെങ്കിലും നിനക്ക് ദിക്ർ ചൊല്ലുന്ന നാവിനൊരു രോഗമില്ലായിരുന്നു റബ്ബേ. ഇന്നിതാ എന്റെ ദിക്ർ എന്റെ നാവിന് Zikr,
എന്റെ ശരീരം ഇത്തിരി രോഗം ബാധിച്ചപ്പോ എനിക്ക് എഴുന്നേൽക്കാൻ വയ്യാത്ത സന്ദർഭത്തിൽ ഒരു തോന്നാത്ത വിഷമം എനിക്ക് ദിക്ർ ചൊല്ലാൻ കഴിയാതെ വന്നപ്പോൾ അനുഭവപ്പെടുകയാണ്. എന്റെ മക്കൾ ഒന്നിച്ച് ഈ ലോകത്തോട് വിട പറഞ്ഞപ്പോൾ എനിക്ക് ഇത്ര വിഷമം ഉണ്ടായിട്ടില്ല റബ്ബേ. എന്റെ സമ്പത്ത് മുഴുവനും നശിച്ചു പോയപ്പോ എനിക്ക് ഇത്ര പ്രയാസം ഉണ്ടായിട്ടില്ല റബ്ബേ. എനിക്ക് നിനക്ക് ദിക്ർ ചൊല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് ബാക്കിയാക്കല്ല റബ്ബേ. നിന്റെ പരീക്ഷണം സഹിക്കാൻ ഞാൻ തയ്യാറാണ് റബ്ബേ. എനിക്ക് ദിക്ർ ചൊല്ലണമല്ല. ദിക്ർ ചൊല്ലാത്ത ഒരു നിമിഷം പോലും എനിക്ക് നീ ബാക്കി വെക്കല്ലേ എന്ന ഒരു പ്രാർത്ഥന ഇതുവരെ പ്രാർത്ഥിക്കാത്ത അയ്യൂബ് നബി പ്രാർത്ഥിക്കേണ്ട താമസമതാ നസ്രൽ അമീർ മലിക് ജിബ്രീൽ വരുന്നല്ലോ പുടവയാണ് ഇന്ന് നേരത്ത് മറന്നും നൽകി സലാമത്ത് ശറഫേറും ശിഫയാലെ മശഹൂറായ നബി മുത്ത് ജിബ്രീൽ ഇറങ്ങി വരുന്നല്ലോ ജന്നാത്തിൽ നൽകി സലാമത്ത് ശറഫേറും ശിഫയാലെ മശഹൂറായ നബി മുത്ത് ചന്ദ്രനിലെ അജവേറെ കണ്ടിടുന്നേ അജഹാനേ ലംഘിടുന്നേ അജറിന്റെ ലംഘം തന്നെ അജവേറെ കണ്ടിടുന്നേ അജഹാനേ ലംഘിടുന്നേ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവിടെ പ്രത്യക്ഷപ്പെട്ടു. അത് ഒരു പരീക്ഷണമായിരുന്നു. ജിബ്രീൽ ചോദിച്ചു, നബിയെ അങ്ങ് പ്രാർത്ഥിച്ചുവോ? പ്രാർത്ഥിച്ചു. എന്താ നിങ്ങൾക്ക് വേണ്ടത്? നിങ്ങളുടെ രോഗം മാറണോ? രോഗം, ആ ചോദ്യം മുഅ്മിനീങ്ങളെ നിങ്ങളൊന്ന് ആലോചിക്കണം. രോഗം മാറണോ? രോഗം മാറിയാലും ഇല്ലെങ്കിലും എനിക്ക് പ്രശ്നമില്ല ജിബ്രീലേ. പിന്നെ എന്ത് വേണം? രോഗം സഹിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷേ അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുന്ന നാവിനോട് ഈ രോഗം ബാധിച്ചിരിക്കുന്നു, അതെനിക്ക് സഹിക്കാൻ കഴിയില്ല. ഇതാണ് ഞാൻ പ്രാർത്ഥിച്ചത് എന്ന് പറഞ്ഞപ്പോ വീണ്ടും വാനലോകത്തേക്ക് പോയ ജിബ്രീൽ തിരിച്ചു വന്നുകൊണ്ട് അയ്യൂബ് നബിക്ക് സന്തോഷത്തിന്റെ സുവിശേഷം അറിയിക്കാൻ തുടങ്ങി. അയ്യൂബ് നബിയെ, അങ്ങയുടെ പരീക്ഷണത്തിന്റെ തീർച്ചയുടെ കാലഘട്ടം കഴിഞ്ഞു നബിയെ. ഇനി അങ്ങേക്ക് സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനരാത്രങ്ങളാണ് വരാൻ പോകുന്നത്. അങ്ങ് എഴുന്നേൽക്കു നബിയെ. ഞാൻ എങ്ങനെ എഴുന്നേൽക്കും? എന്റെ ശരീരം ചലിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യല്ല ജിബ്രീലേ. അല്ലാഹുവിന്റെ ഖുദ്റത്ത് കൊണ്ട് അങ്ങ് എഴുന്നേൽക്കും. പരിശുദ്ധ ഖുർആനിൽ കാണാം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഉർകുദ് ബിരിജ്ലിക ഹാദാ മുഗ്തസലും വാരിദുൻ വശറാബ്. എഴുന്നേൽക്കു നബിയേ. എന്നിട്ട് അങ്ങയുടെ കാലുകൊണ്ട് ഈ ഭൂമിയിലൊന്ന് ചവിട്ടി നിങ്ങളുടെ കാലോടൊന്ന് അമർത്തി ചവിട്ടി നബിയെ. അതാ മുഖത്തശ്ശേരി വാരിതും കുളിക്കാൻ പറ്റുന്ന ഒരു തണുത്ത വെള്ളമുറവയെടുക്കുന്നു. കുടിക്കാൻ പറ്റുന്ന പാനീയവും അവിടെ നൽകുകയാണ്. അയ്യൂബ് നബി എഴുന്നേൽക്കുന്നു, അത് പ്രകാരം ചെയ്യുന്നു. അങ്ങനെ അവിടെ ഒന്ന് മുങ്ങി പൊങ്ങേണ്ട താമസം ആ ശരീരത്തിലുള്ള രോഗങ്ങളൊക്കെ മാറിയിരിക്കുന്നു. സ്വർഗത്തിലുള്ള വസ്ത്രം കൊണ്ടുവന്ന് അയ്യൂബ് നബിക്ക് കൊടുക്കുന്നു. സ്വർഗത്തിലുള്ള വസ്ത്രം ധരിച്ച് അവിടെയുള്ള ആ സുന്ദരമായ പാനീയം കുടിക്കലോടുകൂടി ശരീരം എന്തെന്നില്ലാത്ത ആകാര വടിവും ആരോഗ്യവും ആഫിയത്തും അയ്യൂബ് നബിക്ക് തിരിച്ചു വരികയാണ്. അങ്ങനെ ഒരു പൊതു മണവാളനെ പോലെ, ഒരു നവോടയെ പോലെ നാണം കുടുങ്ങി അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം സന്തോഷം കൊണ്ട് അള്ളാഹുവിന്റെ പരീക്ഷണം അവസാനിച്ചതിന്റെ സന്തോഷം അറിയിച്ച് ജിബ്രീൽ വന്നപ്പോ ഒരുപാട് സമയം സുജൂദിൽ അവിടെ വീണ് കിടക്കുകയാണ്. അങ്ങനെ കുറച്ച് എഴുന്നേറ്റ് നിന്നിട്ട് എന്റെ പ്രിയപ്പെട്ട ഭാര്യയെ തിരഞ്ഞു നോക്കുമ്പോ എവിടെയോ ജോലിക്ക് പോയിരിക്കുകയാണ് റഹ്മത്ത് ബീവി. അങ്ങനെ എവിടുന്നോ കിട്ടിയ അല്പം ഭക്ഷണവുമായി ആരാന്റെ പാത്രം കഴുകി ആരാന്റെ വീട്ടിലെ മുറ്റം തൂത്തുവാരി കിട്ടിയ കൂലിയായി ലഭിച്ച ഭക്ഷണവുമായി എന്റെ പ്രിയപ്പെട്ടവരെ റഹ്മത്ത് ബീവി അങ്ങനെ വരികയാണ്. തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനെ കിടത്തിയ മരത്തിന്റെ ചുവട്ടിലേക്ക് റഹ്മത്ത് ബീവി നോക്കി. എവിടെ എന്റെ ഭർത്താവ് അവിടെ ഇല്ലല്ലോ. പ്രാണനാഥ, പ്രിയപ്പെട്ട പ്രവാചകരെ,
സഹോദര, എന്റെ ഭർത്താവിന് ഇവിടെ കിടത്തിയിരുന്നു, അങ്ങ് രോഗിയാ, കണ്ടു വന്ന് ഒന്നൊരൽപ്പം ഒരു രസം കിട്ടാൻ അയ്യൂബ് നബി പറഞ്ഞു, ഞാനാ നിങ്ങളുടെ ഭർത്താവ്. സഹോദര, വിഷമിക്കൊണ്ട് നിൽക്കുന്ന ഒരു പെണ്ണിനെ, ബുദ്ധിമുട്ടി നിൽക്കുന്ന ഒരു പെണ്ണിനെ നിങ്ങൾ ഇനിയും വിഷമിപ്പിക്കല്ലേ. എവിടെ എന്റെ ഭർത്താവ്? എന്റെ പ്രിയപ്പെട്ട പെണ്ണ് കരഞ്ഞു കലങ്ങിയിട്ട് പൊട്ടിപ്പോകുമെന്ന് ബോധ്യപ്പെട്ട അയ്യൂബ് നബി റഹ്മത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, എടി റഹ്മത്തെ, നീ എന്നെ ഒന്ന് ശരിക്കും നോക്കൂ റഹ്മത്തെ, റഹ്മത്തെ നീ എന്നെ നോക്കൂ, എന്റെ മുഖം നോക്കൂ റഹ്മത്തെ, എന്റെ കണ്ണ് നോക്കൂ റഹ്മത്തെ, എന്റെ ചുണ്ട് നോക്കൂ റഹ്മത്തെ, എന്റെ മുഖം നോക്കൂ റഹ്മത്തെ. നീ കരയല്ലേ റഹ്മത്തെ, ഇതാ നീ എൻ്റെ ഒന്ന് മുഖം നോക്കും, എൻ്റെ ചുണ്ട് നോക്കും, എൻ്റെ കണ്ണു നോക്കും. നിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ആ പ്രഥമ രാത്രിയിലുള്ള ആ ഭർത്താവിന്റെ മുഖം നീ ഓർമ്മിച്ച് നോക്കിയേ റഹ്മത്തെ. ഒരല്പം അങ്ങനെ ശ്രദ്ധിച്ച് നോക്കിയപ്പോ ഇതെന്റെ പ്രിയപ്പെട്ട ഭർത്താവാണ് എന്ന് ബോധ്യപ്പെട്ടപ്പോ റഹ്മത്തെ മുന്നോട്ട് വന്നു. അയ്യൂബ് നബി അതിനു മുന്നോട്ട് നടന്നു. പരസ്പരം ചേർത്ത് പിടിച്ച് കെട്ടിപ്പിടിച്ച് അള്ളാഹുവിന്റെ പരീക്ഷണം അവസാനിച്ചിരിക്കുന്നു എന്ന വാർത്ത ജിബ്രീൽ അറിയിച്ചിട്ട് ഇപ്പൊ പോയതേ ഉള്ളൂ റഹ്മത്തെ. ഇവിടെ ഒരു സരസ് കാണുന്നില്ലേ, അതിൽ ഞാൻ കുളിച്ചു റഹ്മത്തെ, ഞാൻ ആ വെള്ളം കുടിച്ചു റഹ്മത്തെ. അള്ളാഹുവിന്റെ പരീക്ഷണത്തിന്റെ ലോകം അവസാനിച്ച് ഇനി സന്തോഷത്തിന്റെയും ആനന്ദത്തിന്റെയും ദിനരാത്രങ്ങളാണ് എനിക്കും എന്റെ പ്രിയപ്പെട്ട റഹ്മത്തിനും എന്ന വിവരം അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ജിബ്രീൽ മുഖേന അറിയിച്ചിട്ടുണ്ട് റഹ്മത്തെ എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് കൂട്ടിപ്പിടിച്ച് ചെയ്ത് പരസ്പരം കണ്ണുനീരൊഴുക്കി കഴിഞ്ഞ സംഭവങ്ങൾ മുഴുവനും പറഞ്ഞ് റഹ്മത്ത് ചെയ്തു കൊടുത്ത ഗുണഗണങ്ങൾ എടുത്തു പറഞ്ഞ റഹ്മത്തിനെ അങ്ങോട്ട് പറഞ്ഞ് അങ്ങനെ സന്തോഷിപ്പിച്ചു കൊണ്ടിരിക്കുമ്പോ റഹ്മത്തിനോട് പറഞ്ഞു, നീ കരയല്ലേ റഹ്മത്തെ, ഞാനും നിന്റെയും പരീക്ഷണം അവസാനിച്ചിരിക്കുന്നു, ഇനി നമുക്ക് നാട്ടിലേക്ക് പോകണം. റഹ്മത്ത് ചോദിച്ചു, എന്തിനാ പ്രാണനാഥ ഞങ്ങളെ ആട്ടിയോടിച്ച നാട്ടിലേക്ക് പോകേണ്ടത്? അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് പകർച്ചവ്യാധി രോഗം ഉണ്ടാവൂല, കുഷ്ഠരോഗം ഉണ്ടാകില്ല എന്ന് നമുക്ക് ജനങ്ങളെ സംശയിച്ച ചില ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തേണ്ട ഒരു കടമയുണ്ട്. മാത്രമല്ല ഇത് അള്ളാഹുവിന്റെ പ്രവാചകനുണ്ടായ ഒരു പരീക്ഷണമാണ് എന്ന് ആ ഡമസ്കസിന്റെ തെരുവീതികളിലൂടെ നടന്നിട്ട് നമ്മളിങ്ങനെ നടക്കുമ്പോൾ ജനങ്ങൾ മനസ്സിലാക്കും. അതുകൊണ്ട് നമ്മളെ ചേർത്ത് പിടിച്ച ഒരുപാട് വീട്ടുകാരുണ്ട്, ഞങ്ങളോട് ഇവിടുന്ന് പോകല്ലേ, നിങ്ങൾ ഇവിടെ നിൽക്കൂ എന്ന് പറഞ്ഞപ്പോ ഇൻഷാ അല്ലാഹ് വിധിയുണ്ടെങ്കിൽ വരാമെന്ന് പറഞ്ഞ് ഇറങ്ങി തിരിച്ച വീടുകളുണ്ട്. ആ വീട്ടുകാരെ എല്ലാം കൂട്ടി നമുക്ക് ഡമസ്കസിലേക്ക് പോകാമെന്ന് പറഞ്ഞിട്ട് തന്റെ പ്രിയപ്പെട്ട പ്രിയതമയാകുന്ന റഹ്മത്തിന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഡമസ്കസിലേക്ക് എത്തിച്ചേരുകയും അവിടുന്ന് വീണ്ടും പരിശുദ്ധ ദീനുൽ ഇസ്ലാമിന്റെ പ്രബോധനത്തിന്റെ വഴിത്താരിയുമായി പോകലോടുകൂടി ഈ ചരിത്രം എവിടെ ഇങ്ങനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്തിനെ സ്തുതിച്ചുകൊണ്ട് ഞങ്ങൾ അവസാനിപ്പിക്കുകയാണ്. സുഖവും സദരവും തരണമല്ലാ, സുബഹി മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം, സുഹൃതം കനിഞ്ഞു നീ തരണമേറ്റം, സ്തുതിയും ശലാത്തും നീനെ കാണുവാ, സുഖവും സഹനവും തരണമല്ലാ, സുബഹി
സുഹൃതം കഴിഞ്ഞു നീ തരണമേറ്റോ എല്ലാം അറിയുന്ന റഹ്മാനേ നീ ഏറ്റവും കൃപയതി തരുമന്നാനേ എല്ലാം അറിയുന്ന റഹ്മാനേ നീ ഏറ്റവും കൃപയതി തരുമന്നാനേ സുബ്ഹാനിയേ എല്ലാ സ്തുതികളും അർഹനിയേ സ്തുതിയും സ്വലവാത്തും നിനക്കാണല്ലാഹ് സുഖവും സഹനവും തരണമല്ലാഹ് സുഖഹീ മുതൽ ഞങ്ങൾ തുടങ്ങും തേട്ടം സുഗതം കഴിഞ്ഞു നീ തരണമേറ്റം സുഗതം കഴിഞ്ഞു നീ തരണമേറ്റം. സഹോദരങ്ങളെ, ഇർഷാദ് സുബിയാൻ ഹയർ സെക്കൻഡറി മദ്രസ പാറക്കട സംഘടിപ്പിച്ചിട്ടുള്ള അല്ലാഹുവിന്റെ റസൂലിന്റെ ജന്മദിനത്തോടനുബന്ധിച്ചുള്ള പരിപാടി ഈ വിനീതരായി ഈ കുറച്ച് സമയം ഒരുപാട് പ്രതികൂല അവസ്ഥയിൽ വിശാലമായ ചരിത്രത്തെ വളരെ ചുരുക്കി ഷോട്ടാക്കിയതിന് ഒരുപാട് മനസ്സുകളോട് പറയാനുള്ള സംഭവവികാസങ്ങളുടെ ചരിത്രത്തെ വളരെ ഷോട്ടാക്കിയത് നിങ്ങളോട് പറഞ്ഞിട്ടും വല്ല തെറ്റുകുറ്റം വന്നു പോയിട്ടുള്ള സ്ഥിതിയിൽ ക്ഷമിക്കണമേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ചെറിയൊരു ദുആ ചെയ്ത് നമ്മൾ ചെയ്യുകയാണ്. ദുആ ചെയ്യുന്നത് ആരെയെന്നല്ല, ആമീൻ പറയുന്നവരുടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകളുണ്ടാകും. പ്രിയപ്പെട്ട സഹോദരന്മാർക്ക് മുഹമ്മദ് മുസ്ലിം ഉസ്താദ് നേരത്തെ നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. ഒരു കാലം 50 വർഷത്തോളം സദർമൂല്യമായി മദ്രസയിൽ ഉസ്താദിൻ്റെ പരലോകം ഉസ്താദിൻ്റെ ഉന്നതമായ പരിശുദ്ധമായ ദീനിനു വേണ്ടി തൻ്റെ ജീവിതം ഒഴിഞ്ഞു വെച്ച ആ മഹാനായ ഉസ്താദിൻ്റെ പേരിലാണ് നഗരി. അല്ലാഹു ആ മഹാനായ സ്വർഗ്ഗത്തിൽ നമ്മയും ഒരുമിച്ചുകൊണ്ട് അനുഗ്രഹിക്കുമാറാവട്ടെ. ആ ഉസ്താദിൻ്റെ പൊരുത്തം നമുക്കെല്ലാവർക്കും അല്ലാഹു എനിക്ക് അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ അടുത്ത് നടത്തപ്പെട്ട മദ്രസ പ്രസിഡന്റും മഹൽ പ്രസിഡന്റായ മദ്രസയുടെ മഹലിൻ്റെയും പുരോഗമനത്തിന് വേണ്ടി പ്രവർത്തിച്ച അദ്ദേഹത്തിൻ്റെ പരലോക ഗുണത്തിന് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുന്നു. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ സേവനം അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ഖബറിൽ ആരോരുമില്ലാത്ത ഖബറിൽ ആ സേവനം കൊണ്ട് അല്ലാഹു ആ ഖബർ പ്രകാശപൂരിതമാക്കി കൊടുക്കുമാറാവട്ടെ. എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. മഹൽ ജമാഅത്ത് പള്ളിയുടെ പുനരുദ്ധാരണ പണി നടക്കുന്നുണ്ട്. അതിനുവേണ്ടി സംഭാവന ചെയ്തവർ, അല്ലാഹുവിൻ്റെ പള്ളി, ആ പള്ളിക്ക് വേണ്ടി സംഭാവന ചെയ്തവർ, അത് ഈമാനുള്ള ആളുകൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള സംഭാവനകൾ നൽകാൻ കഴിയുകയുള്ളൂ. അല്ലാഹുവിന്റെ ഈമാൻ നിലനിർത്തട്ടെ. അത് കൊടുക്കുമ്പോൾ എന്ത് ഉദ്ദേശിച്ചു കൊണ്ട് കൊടുത്തുവോ ഹലാലായ മുറാദുകൾ അല്ലാഹു പൂർത്തീകരിച്ചു കൊടുക്കുമാറാവട്ടെ. അതുപോലെ ഈ മദ്രസയുടെ റബീഉൽ അവ്വൽ പരിപാടിയിലേക്ക് സംഭാവന ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. വലിയ സാമ്പത്തികമായി ഒരുപാട് ചെലവുകളൊക്കെ ഉള്ള ഒരു പരിപാടികളാണിത്. കൊല്ലത്തിൽ വർഷത്തോറും ഓരോ വർഷവും ഓരോ നാട്ടിലും കഴിഞ്ഞ പരിപാടിയേക്കാൾ ഉഷാറായി പരിപാടി നടത്തണം. അടുത്ത കൊല്ലം ഈ കൊല്ലത്തെ പരിപാടിയേക്കാൾ ഉഷാറായി അടുത്ത കൊല്ലം പരിപാടി നടത്തണം എന്ന രീതിയിൽ മുത്തായ ഹബീബിന്റെ പുന്നാര റസൂലിന്റെ അഷ്റഫ് തങ്ങളുടെ ആ ജന്മദിന ആഘോഷത്തിന്റെ സദസ്സിലാണ് നമ്മൾ ഉള്ളത് എന്ന ഓർമ്മ നമുക്കുണ്ടാവണം. മനസ്സിൽ യാതൊരു കളങ്കവുമില്ലാതെ, ആരോടും വെറുപ്പില്ലാതെ, ആരോടും വിദ്വേഷമില്ലാതെ ജീവിക്കാൻ നമ്മൾ ശ്രമിക്കണം. ഇങ്ങോട്ട് കുറ്റം പറഞ്ഞവരെ, ഇങ്ങോട്ട് ആക്രമിച്ചവരെ പോലും അല്ലാഹുവിന്റെ റസൂൽ അങ്ങോട്ട് ആക്രമിച്ചതിന് ക്ഷമിക്കുകയായിരുന്നു ചെയ്തിരുന്നത്. ആ റസൂലുള്ളാഹിന്റെ സ്വഭാവം കണ്ടുകൊണ്ട് പരിശുദ്ധമായ രീതിയിൽ കടന്നു വന്ന ഏറെ ആളുകളുണ്ട്. ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ആ ഒരു സ്വഭാവം നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയട്ടെ. മാത്രമല്ല ഹബീബിന്റെ ആ തിരുസുന്നത്ത് ജീവിതത്തിൽ മുറുകെ പിടിച്ച് ജീവിക്കാൻ അല്ലാഹു നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാറ്റിനേക്കാളും ഒരു പ്രസംഗം എന്നതിലുപരി കേവലം കടിച്ചാൽ കിട്ടാത്ത അതിസാഹിത്യത്തിൽ പ്രസംഗിച്ച് പോയത് കൊണ്ട് കാര്യമില്ല. പക്ഷെ നമ്മുടെ മനസ്സ് പാറ പോലെയുള്ള ഒരിക്കലും കീറാത്ത, ചിന്ത വരാത്ത മനസ്സിൽ കൽബിൽ ഒരു ചെറിയ ഈമാനിന്റെ ഒരു പ്രകാശധാര കടന്നു ചെന്നാൽ നമ്മുടെ കൽബ് നന്നാകും. കൽബ് നന്നായാൽ നമ്മൾ രക്ഷപ്പെട്ടു.
നമ്മൾ പുറത്ത് നല്ല വെള്ള വസ്ത്രവും വെള്ളത്തൊപ്പിയും ഒക്കെയാണെങ്കിലും നമ്മുടെ കൽബ് വെളുത്തിട്ടില്ല എങ്കിൽ ഒരു കാര്യവുമില്ല. അതുകൊണ്ട് നമ്മുടെ കൽബ് നന്നാവണം, പുഞ്ചിരിക്കണം. പുഞ്ചിരി പോലും ധർമ്മമാണെന്നാണ് ഹബീബ് പഠിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപാട് 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 സഹനത്തോടുകൂടി ഒരുപാട് പ്രയാസങ്ങളോട് ഊണും ഉറക്കവും ഒഴുകി നട്ടപ്പാതിര സമയത്ത് പോലും ഈ ഒരു പരിപാടിയുടെ വിജയത്തിന് വേണ്ടി ഇറങ്ങിത്തിരിച്ച എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർ, ഈ കമ്മിറ്റിയുടെ ഭാരവാഹികൾ, അള്ളാഹു അവർക്ക് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ വിനീതനായ എന്നെ വളരെ ദൂരത്ത് നിന്ന് തന്നെ ഈ ഒരു പരിപാടിക്ക് വേണ്ടി ക്ഷണിക്കുകയും ഇവിടെ എത്തിയത് മുതൽ ഇതുവരെ സ്നേഹം കൊണ്ട് വീർപ്പൂട്ടിക്കുന്നത് എൻ്റെ പ്രിയപ്പെട്ട ഈ നാട്ടുകാർ, അള്ളാഹു അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ. എല്ലാ പ്രതിസന്ധി ഘട്ടങ്ങളിലും അള്ളാഹുവിന്റെ രക്ഷയും കരുണയും അള്ളാഹുവിന്റെ രക്ഷയും സമാധാനവും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അതുകൊണ്ട് നിങ്ങളൊക്കെ ഈ വിനീതനും നിന്റെ കൂട്ടുകാർക്കും വേണ്ടി ദുആ ചെയ്യണം. എല്ലാ സഹസ്രങ്ങളിലും ഈ പ്രദേശത്തെ ഓർമ്മിച്ചുകൊണ്ട് ദുആ ചെയ്യുമെന്ന് ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. ആമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. റഹ്മാനായ റബ്ബേ, ഈ പരിപാടി തുടങ്ങിയത് ഇതുവരെ വളരെ ക്ഷണിച്ചിരുന്നവർ മുട്ടുവേദനയുണ്ട്, അതുപോലെ ഒരുപാട് വിഷമങ്ങളുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, വാർദ്ധക്യ സഹജമായ അസുഖങ്ങൾ പോലും ഉള്ളവരുണ്ട് റബ്ബേ, ഒരുപാട് തിരക്കുള്ളവരുണ്ട് റബ്ബേ, ഗുളിക കുടിക്കേണ്ട ആളുണ്ട് റബ്ബേ, എന്നിട്ട് പോലും ഭക്ഷണം പോലും കഴിക്കാതെ നേരത്തെ ഇവിടെ വന്നിരുന്നവരുണ്ട് റബ്ബേ. നീ അവർക്ക് പ്രതിഫലം നൽകണേ അല്ലാ, നീ അവരെ സ്വീകരിക്കണേ അല്ലാ. എന്റെ ബദരീകളെ കാവലിവർക്ക് നമുക്ക് നീ നൽകണേ അല്ലാ. റഹ്മാനായ റബ്ബേ, പ്രതിസന്ധിയിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത്, വല്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് ഈ ഉമ്മത്ത് കടന്നു പോകുന്നത്. പരിശുദ്ധമായ ദീനിന്റെ നിയമങ്ങൾ പോലും പുറത്ത് പറയാൻ പറ്റാത്ത രീതിയിലാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാവരും ഇഷ്ടപ്പെടാൻ വേണ്ടി ഒരു വല്ലാത്തൊരു ജീവിതം നയിക്കേണ്ട അവസ്ഥയിലാണ് റബ്ബേ ഉള്ളത്. മുൻകാലത്ത് കഴിഞ്ഞു പോയ നമ്മുടെ പൂർവീകരായ ആളുകളുടെ ഈമാൻ നമുക്കില്ല. ആഖിറ സമാനിന്റെ വെറും ചണ്ടികളാണ് റബ്ബേ. ഞങ്ങൾക്ക് നീ ഈമാൻ നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ. ഹറാമിന്റെ ലോകത്താണ് റബ്ബേ പുറത്തിറങ്ങുമ്പോൾ തന്നെ ആരംഭിക്കുന്നത്. കാക്കണേ അല്ലാ, കാക്കണേ അല്ലാ. ഈ ദുനിയാവ് നശ്വരമാണ് എന്ന് എത്ര ഉസ്താദുമാർ നമ്മൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? എത്രയെത്ര ആഗ്രഹങ്ങളും അഭിലാഷങ്ങളുമാണ് മനുഷ്യൻ ജീവിക്കുന്നത്. പക്ഷേ ഇതാ അവന്റെ അവധി എത്തിക്കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും ബാക്കി വെക്കുന്നുണ്ടോ? ദഫ് പഠിപ്പിക്കാൻ വേണ്ടി പോയ ചെറുപ്പക്കാരൻ തന്റെ വീട്ടിലെത്തിയില്ല. ഇസ്രായേലിൽ വന്ന് റൂഹ് പോസ്റ്റിനിടിച്ച മനുഷ്യൻ അവിടെ മരിക്കുകയാണ്. വണ്ടിയിൽ പോകുന്ന മനുഷ്യൻ കുഴിഞ്ഞു വീണ് മരിക്കുകയാണ്. വാട്സപ്പിൽ വരുന്ന ചെറുപ്പക്കാരെ ഫോട്ടോ കണ്ട് ഞെട്ടിപ്പോകാണ് റബ്ബേ. എത്ര ആരോഗ്യമുള്ള മനുഷ്യനാണ് റബ്ബേ, ഈ മനുഷ്യനല്ലേ കുഴഞ്ഞു വീണ് മരിക്കുന്നത്. അതുകൊണ്ട് മരണമെന്ന വല്ലാത്ത ഒരു പ്രതിഭാസം ഏത് സമയത്തും നമുക്ക് വരാനുണ്ടെന്നുള്ള ചിന്ത ഞങ്ങൾക്ക് നൽകണേ അല്ലാ. കബറ് കാണുമ്പോൾ പൊട്ടി കരിയായിരുന്നു. എന്റെ പ്രിയപ്പെട്ട ഭാര്യ മാതാവിനെ കബറിൽ വെക്കുമ്പോ ബഹുമാനപ്പെട്ട മാണിയൂർ ഉസ്താദിന്റെ അനുജൻ ഒരു പിടി ആ മണ്ണ് മന്ത്രിച്ച് എന്റെ കയ്യിൽ തന്നെ വന്ന് കൊടുക്കുമ്പോ ഞാനൊന്ന് കബറിലേക്ക് നോക്കിയപ്പോ ഉമ്മ വീണിട്ട് പൊട്ടി എല്ലിന്റെ ഭാഗത്ത്. ഉമ്മാനെ ഇവിടെ കിടത്തുമ്പോ ഞാൻ ചിന്തിച്ചു പോയി റബ്ബേ, എന്റെ ഉമ്മാക്ക് വേദനിക്കുന്നുണ്ടാവോ റബ്ബേ? ആ ഭാഗത്തല്ലേ ചിരിച്ചു കിടത്തിയത്, വേദനിച്ചു പോയി. ഈ ഒരു ജീവിതം നമുക്ക് വരാനുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ. മലം നമുക്ക് ശുദ്ധിയാക്കി തരേണ്ടത്, മൂത്രം നമുക്ക് ശുദ്ധിയാക്കി തരേണ്ടത്, നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. അല്ലാ അല്ലാ
എന്ന് വിളിക്കാൻ പോലും നാവില്ലാത്ത ദിവസങ്ങളോളം കിടക്കേണ്ടി വരുന്ന ഒരവസ്ഥ നമുക്ക് വരാനുണ്ടെന്ന് ചിന്ത വരണേ. ഓരോ തിരുപ്പിറവിയിലെ ആഘോഷങ്ങൾ കൊണ്ട് ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ അല്ലാ. കൃത്യമായി ബാങ്ക് വിളിക്കുമ്പോൾ പള്ളിയിലേക്ക് പോകാൻ, നിസ്കരിക്കാൻ, അതുപോലെ വീട്ടിലുള്ള മക്കളൊക്കെ പ്രിയപ്പെട്ട സഹോദരിമാരെ എത്രയെത്ര പള്ളികൾ അടുത്തുണ്ട് മോനെ പോയി നിസ്കരിച്ചു വാ എന്ന് പറയാൻ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, നമ്മൾ എവിടെ എത്തിയാലും ഒരു ബാങ്ക് വിളിച്ചൊരു 15 മിനിറ്റ് 20 മിനിറ്റ് കഴിഞ്ഞാൽ അവിടെ നിസ്കാരം ഉണ്ടാകും. വണ്ടി സൈഡാക്കിയിട്ട് പള്ളിയിലേക്ക് കയറി നിസ്കരിക്കാൻ അങ്ങനെയുള്ള ഒരു ബോധം ഞങ്ങൾക്ക് നൽകണേ അല്ലാ. രാവിലെ എഴുന്നേറ്റ് സുബഹി ബാങ്ക് വിളിക്കുമ്പോൾ എഴുന്നേറ്റ് പള്ളിയിലേക്ക് പോകാനുള്ള ഒരു ഈമാൻ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മുസ്ലിമീങ്ങളുടെ വീട്ടിൽ രാവിലെ അവരെ എഴുന്നേറ്റ് വിളക്ക് കത്തിച്ചിട്ട് അവര് രാമനാമം ജപിക്കുകയാണ്. അമ്പലത്തിൽ നിന്ന് അവരുടെ കവിതകൾ ചൊല്ലുകയാണ്. നമ്മൾ ഉറക്കത്തിലാണ്. സുബഹി ബാങ്ക് കേൾക്കണില്ല. അസ്സലാത്തു ഖൈറും മിനൻ നൗം. ഉറക്കത്തിനേക്കാൾ ഏറ്റവും നല്ല നിസ്കാരമാണ്. ബർക്കത്തിലേക്ക് വന്നോ, റഹ്മത്തിന്റെ മാലാഖമാരുടെ വീട്ടിലേക്ക് വരുന്നുണ്ടേ. നിങ്ങളല്ലേ റഹ്മത്തിന്റെ സമയമാണ്. വീട്ടുകാരെ എഴുന്നേൽക്ക് എന്ന് പള്ളിയിലെ ഉസ്താദ് വിളിച്ചു പറയുമ്പോ പുതപ്പൊന്നുകൂടി വലിച്ചിട്ട് തലയിലോട്ടിട്ട് കിടന്നിറങ്ങുന്നവരെ രാവിലെ എഴുന്നേറ്റാൽ കിട്ടുന്ന ഗുണം അതൊരു വല്ലാത്ത റഹ്മത്താണ്. നിങ്ങൾക്ക് നീ ബോധം നൽകണേ അല്ലാ. സഹോദര സമുദായത്തിലെ അംഗങ്ങൾ പോലും രാവിലെ എഴുന്നേൽക്കുമ്പോൾ രാവിലെ എഴുന്നേൽക്കാൻ വേണ്ടി പഠിപ്പിച്ച പരിശുദ്ധ ദീനിന്റെ വാഗ്ദാക്കളായ നമ്മൾ ഉറങ്ങാണ്. പിന്നെ എവിടെ റഹ്മത്താ, എവിടെ ബർക്കത്താണ് നമുക്കുണ്ടാവുക? റഹ്മത്തും ബർക്കത്തും ചൊരിച്ചു തരണേ അല്ലാ. ഈമാൻ നിറച്ചു തരണേ അല്ലാ. നമ്മുടെ പോരായ്മകൾ പരിഹരിച്ചു തരണേ അല്ലാ. എല്ലാവരോടും നല്ല സ്വഭാവത്തിൽ പെരുമാറാനുള്ള മനസ്സ് നൽകണേ അല്ലാ. നല്ല പ്രവർത്തനങ്ങൾ മുന്നോട്ട് വരാൻ നീ തൗഫീഖ് നൽകണേ അല്ലാ. എന്തിനേയും വിമർശിക്കുന്ന ഒരു സ്വഭാവം അത് ഇബ്ലീസിൽ നിന്നാണ്. നമ്മുടെ റാലി പോകുമ്പോ പെട്ടെന്ന് ജീപ്പിന്റെ ആ സൗണ്ട് അങ്ങ് ഓഫായി. അപ്പൊ ഓഫായപ്പോ ആളെന്ന് പറഞ്ഞു അതിന്റെ പെട്രോള് തീർന്നിട്ടാണ്. എന്റെ ചുറ്റുഭാഗത്തുള്ള കുറെ വയസ്സുള്ള ആള് അറിയാൻ തുടങ്ങി, ഇവര് എവിടെ നോക്കിയിട്ടാണ് ഇത് ചെയ്തത്, ഇന്ന് റാലിയാണെന്നറിയില്ലേ. എന്റെ പ്രിയപ്പെട്ടവരെ, ദിവസങ്ങളോളമായി ഉറക്കൊഴിഞ്ഞ മഹലിന്റെ ഭാരവാഹികളും പ്രവർത്തകരും ചിലപ്പോൾ ശ്രദ്ധിച്ചില്ല, അത് ആരെങ്കിലും ഏൽപ്പിച്ചിട്ടുണ്ടാകും. പക്ഷെ അത് ചെയ്തവന്റെ തെറ്റാ. പക്ഷേ നമ്മൾ കുറ്റം പറയുന്നത് അത് ചെയ്ത ആളുകളെയാണ്. എത്ര ഘോരമായ തെറ്റാണ്. അതുകൊണ്ട് എന്ത് കാര്യം ചെയ്യുമ്പോൾ വിമർശിച്ചു പോയാൽ നമ്മൾ എത്ര ഇബാദത്ത് ചെയ്തിട്ടും കാര്യമില്ല. നല്ല ലൈറ്റും നല്ല ഉഷാറും കാണും. ഇതെന്തിനാണ് ഇത്രയൊക്കെ ലൈറ്റ്? മാലിക്കുദ്ദീനാറ് പള്ളി അലങ്കരിച്ചപ്പോ മഹാനായ ശംസുലമയോട് ചോദിച്ചു, പറഞ്ഞു അത് വേണം, അത് നല്ലതാണ് എന്നാണ് മഹാനായ ശംസുലമ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ഇത്രമാത്രം നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോ ആ ചെറുപ്പക്കാരെ, ആ കമ്മിറ്റി ഭാരവാഹികളെ അവരുടെ ജോലി പോലും മാറ്റിവെച്ചുകൊണ്ട് ഇവിടെ വരുന്ന അതിഥികളെ സൽക്കരിച്ചുകൊണ്ട് എവിടെ എത്തി എന്ന് ചോദിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ എത്തുന്നത് വരെ അവർക്ക് വിഷമമാണ്, ബുദ്ധിമുട്ടാണ് എന്ന് പറഞ്ഞ് ഞങ്ങളെ സ്വീകരിച്ച് ഇവിടെയൊക്കെ എത്തിക്കുന്ന അതുപോലെ ഒരുപാട് ഉസ്താദുമാരെ ഇവിടെ ക്ഷണിച്ചിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന അവർക്ക് നിങ്ങൾ ദുആ ചെയ്യണം. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, കാരണന്മാരെ, അവരെ നിങ്ങൾ കുറ്റം പറഞ്ഞു പോകല്ലേ. വല്ലാത്ത പാപം ഏറ്റുവാങ്ങേണ്ടി വരും. അതുകൊണ്ട് നിസ്സാരമായ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ മക്കളെ ഉപദേശിക്കാൻ കഴിവും കൽപ്പമുള്ളവരാണ് ഈ നാട്ടിലെ എന്റെ പ്രിയപ്പെട്ട കാരണവന്മാർ, വയസ്സായ ആളുകൾ, ചെറുപ്പക്കാർ. കാരണം അവർ കണ്ടുപിടിച്ചത് അവരുടെ ഉപ്പാപ്പമാര്, അവർ ഷഹീദന്മാരാണ്, അവര് തങ്ങന്മാരാണ്, അവര് ധീരതയുള്ളവരാണ്, നീതിക്ക് വേണ്ടി പടവരുതിയവരുടെ മുൻഗാമികളുടെ പിൻഗാമികളാണ് നമ്മക്കള്. അതുകൊണ്ട് അവരുടെ ഗുരുത്വവും പൊരുത്തവും ഞങ്ങൾക്ക് നൽകണേ അല്ലാ. മഹാന്മാരുടെ ഷഹീദന്മാരുടെ അർവാഹുകള് ഇവിടെ ഉണ്ടാകും. അതുകൊണ്ട് നമ്മുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ.
ക്യാൻസർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, ട്യൂമർ പോലെയുള്ള രോഗങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, എല്ലാവിധ പ്രതിസന്ധി ഘട്ടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകടങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, അപകട മരണങ്ങളിൽ നിന്ന് കാക്കണേ അല്ലാ, പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ട അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ, ശരീരം കീറി മുറിക്കുന്ന അവസ്ഥയെ തൊട്ട് കാക്കണേ അല്ലാ. വിദേശത്ത് ജോലി ചെയ്യുന്ന സഹോദരങ്ങൾ ഒരുപാട് സംഭാവനകൾ നമ്മുടെ ചെയ്തിട്ടുണ്ട്. അവർക്കൊക്കെ അവരുടെ ജോലിയിൽ ബർക്കത്ത് ചെയ്യണേ അല്ലാ. സന്തോഷത്തോടെ വന്ന ഉമ്മയെയും ഭാര്യയെയും മക്കളെയും കൂട്ടുകുടുംബത്തെയും നാട്ടുകാരെയും കാണാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാ. വല്ലാഫത്ത് മുസീബത്തുകളുടെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് നീ കണക്കാക്കിയിട്ടില്ലെങ്കിൽ ഈ മജ്‌ലിസിന്റെ ഹക്ക് കൊണ്ട് നീ തട്ടിമാറ്റി തരണേ അല്ലാ. റസൂലുള്ളാഹിനെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ കൽബിൽ ഈമാൻ നൽകണേ അല്ലാ. മുത്തുനബിയുടെ കരങ്ങളിൽ നിന്ന് ഹൗദുൽ കൗസർ വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാ. സിറാത്തുൽ മുസ്തഖീം എന്ന പാലത്തൂടെ മിന്നൽ പിണർ വേഗതയിൽ സഞ്ചരിച്ച് സ്വർഗത്തിൽ പ്രവേശിക്കുന്ന മുത്തുനബിയുടെ ഉമ്മത്തികളിൽ ഞങ്ങളെയും ഉൾപ്പെടുത്തണേ അല്ലാ. ആകുവേ ഞങ്ങൾക്ക് ഈ പരിപാടി ഒരുക്കി തന്നതിന്റെ സംഘാടകർ ഇവിടെ ഒരുമിച്ച് കൂടി എന്റെ പ്രിയപ്പെട്ട മുത്തുമോമിനികളെ മോമിനാത്തുള്ള യുവാക്കളെ സുഹൃത്തുക്കൾ ഈ നാട്ടിലെ എല്ലാവർക്കും നീ ഖൈറ് നൽകണേ അല്ലാ, റഹ്മത്ത് നൽകണേ അല്ലാ, ബർക്കത്ത് നൽകണേ അല്ലാ. ഇനിയും ഒരുപാട് തിരുപ്പിറവിയിൽ സന്തോഷിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. ഇത് നമ്മുടെ അവസാന പരിശുദ്ധ നബിദിനമാക്കല്ലേ റബ്ബേ. ഇനിയും ഒരുപാട് നബിദിനം ആഘോഷിക്കാനുള്ള ആരോഗ്യവും ആഫിയത്തും നീ ആയുസ്സും ദീർഘായുസ്സും നീ ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അതിനു വേണ്ടി സംഭാവന ചെയ്തവരുടെ ജോലിയിൽ നീ അഭിവൃദ്ധി നൽകണേ അല്ലാ. കൊറോണ പോലെയുള്ള അതുപോലെ ഉരുൾപൊട്ടൽ പോലെയുള്ള നിന്റെ പരീക്ഷണങ്ങളിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാ. ഞങ്ങളെ നാട്ടിനെ കാക്കണേ അല്ലാ. അതോടെ ഒരു ചെറിയൊരു കൊറോണ വന്നപ്പോൾ നമ്മുടെ നാട് തകർന്നു പോയി. നമ്മുടെ പ്രവാസികൾ പ്രയാസത്തിലായി പോയി. റബ്ബേ ഇനിയും അത്തരത്തിലുള്ള പരീക്ഷണങ്ങൾ തന്നെ ഞങ്ങളെ നീ പരീക്ഷിക്കല്ലോ അല്ലാഹുവേ. ഇസ്സത്തിലാക്കണേ അല്ലാ. നമ്മുടെ വീട്ടിൽ റഹ്മത്ത് ചൊരിച്ചു തരണേ അല്ലാ. ഈമാൻ നിറച്ചു തരണേ അല്ലാ. അല്ലാഹുവിനെ ഓർമ്മിക്കുന്ന കുടുംബമാക്കണേ അല്ലാ. നമുക്ക് തന്ന പരീക്ഷണങ്ങൾ നീ തട്ടി മാറ്റണേ അല്ലാ. اللهم ربنا تقبل منا دعاءنا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ഇവിടെ ജോലി ചെയ്യുന്ന ഉസ്താദുമാരും നമ്മുടെ മക്കളെ പാട്ട് പഠിപ്പിക്കാൻ, പ്രസംഗം പഠിപ്പിക്കാൻ എത്രയോ മാസങ്ങളായി കഷ്ടപ്പെടുന്നു, ദഫ് പഠിപ്പിക്കാൻ. അതുകൊണ്ട് അവർക്കും നീ ഖൈർ നൽകണേ അല്ലാ. ഇവിടെ ജോലി ചെയ്ത സദർ ഉസ്താദ് 50 വർഷത്തോളം ഇവിടെ ജോലി ചെയ്ത ഉസ്താദ് നിന്നിട്ടുണ്ടെങ്കിൽ ആ ഉസ്താദിനോട് നിങ്ങൾ സഹകരിച്ചത് കൊണ്ടാണ്, ആ ഉസ്താദിനെ നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചുകൊണ്ടാണ്. അങ്ങനെ ഇനിയുള്ള ഉസ്താദുമാരെയും അങ്ങനെ സ്നേഹിച്ചുകൊണ്ട് കൊണ്ടു നടക്കുമ്പോൾ ഈ ഉസ്താദുമാരിവിടുന്ന് നാട്ടിൽ നിന്ന് പോവില്ല. നല്ല നാടാണ്. ആ ഉസ്താദുമാരുടെ പണ്ഡിതന്മാരുടെയും നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി അവരെ നിങ്ങൾ കുറ്റം പറയല്ലേ. നമുക്ക് ഇൽമ തരുന്ന, നമുക്ക് ദഅവത്ത് നൽകി തരുന്ന ബഹുമാനപ്പെട്ട ഉസ്താദുമാര്, പണ്ഡിതന്മാര്, സമസ്ത എന്ന മഹിതമായ പ്രസ്ഥാനത്തിന് വേണ്ടി ഊണും ഉറക്കവും ഒഴിഞ്ഞു വെച്ച് പ്രവർത്തിക്കുന്ന മഹിതരായ പണ്ഡിതന്മാർ, അല്ലാഹുവേ അവർക്കൊക്കെ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാ. ഖൈർ നൽകണേ അല്ലാ. ഈമാൻ നൽകണേ അല്ലാ. അവരുടെ തണലിലായി അവർക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് ജീവിക്കാൻ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണേ അല്ലാ. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين آمين برحمتك يا أرحم الراحمين. بحق محمد صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم. واخر دعوانا الحمد لله رب العالمين. ഇതിനെതിരായി ഞങ്ങൾക്ക് വേണ്ടി ദുആ